ക്വസ്റ്റ്യൻ കേൾക്കട്ടെ എന്റെ പിരിസത്തെ ഉമ്മ, പിരിസത്തെ രക്ഷിതാക്കളെ, ഇണ്ട് ജാവുകു നീന് പോയിട്ട് നിന്റെ ഒത്തുള്ള ഉറങ്ങട സന്ദർഭത്തില് ഒതു എടുക്കുക, ആദത്തിന്നെങ്കിൽ ഒതു എടുക്കൊരു, ആദത്തില്ലെങ്കിൽ ആദത്താക്കൊരു. ഒലു അല്ല എടുത്തിട്ട് ദിക്ർ തസ്ബീഹല്ല ചെന്നിട്ട് കിടക്കട ലാഷ നിമിഷത്തിലൊന്നും നീ നനപ്പാക്ക്, നിന്റെ തലടടിക്കൊന്നു കൈ വീഴ്ചിടുന്നു ചിന്തനാക്ക്. പടച്ചവനേ, നാണ് മോത്തി ഈ ജാവുളി ഈ ഉറക്കത്തിൽ നാണ് ലാഷ്ട്ര വറക്കായിട്ട് നാണ് മരിച്ചു പോയെങ്ക നന്റെ മക്ക നാളെ സ്വഭികനാണ് മയ്യത്തായിട്ട് കിടക്കട സന്ദർഭത്തിൽ നന്റെ മക്ക നക്ക് യാസീന ഓതുവറ. നന്റെ പിരുസത്തെ മോള് എത്രമോ വർഷമായിട്ട് ബൽത്തിട്ടവളനാണ് കഷ്ടപ്പെന്നിട്ട് പെത്തിട്ട് ബൽത്തിയോണ്ടുള്ളത്. നന്റെ മയ്യത്ത് കിടപ്പാട്ടി വീഴ്ച സന്ദർഭത്തിൽ നിന്റെ തലയുടെ ഭാഗത്ത് നിന്റെ നന്റെ പിരുസത്തെ മോള് നക്ക് ഖുർആൻ ഓതുവള. നാണ് മരിച്ചതുകൊണ്ട് കണ്ടെങ്കിൽ നാണ് നിന്റെ കഫനാക്കുക. മയ്യത്ത് കുളിപ്പാട്ട് കൊറായത്തെ ഉസ്താദരെ വിളിപ്പാട്ട് വണ, അതല്ല നാണ് കുളിപ്പാട്ട് ചെന്നു മോണു മയ്യത്ത് കുളിപ്പാട്ട് വണ. നാണ് മോത്ത് മരിച്ചതുകൊണ്ട് കണ്ടെങ്കിൽ നിന്റെ കഫൻ നിന്റെ മോളാക്കുവള. നാണ് മരിച്ചതുകൊണ്ട് കണ്ടെങ്കിൽ നിന്റെ മേലെ മയ്യത്ത് നിസ്കാരം നിന്റെ മോണ് നിസ്കരിക്കുവണ. നാണ് മരിച്ചതുകൊണ്ട് കണ്ടെങ്കിൽ നിന്റെ തൽക്കീന് നിന്റെ മോണു നക്ക് ഓതി തറുവണ. മൂന്നാമത്തെ നാളിലുണ്ട് മരിച്ചുപോയ ആള് മാറുക ദ്വാരക്കട സന്ദർഭത്തിൽ ആമീൻ ചൊല്ലുക, നിന്റെ മോണിക്ക് വണ നിന്റെ മോളിക്ക് വണ ചെന്നിട്ട് ജാവുകു ഉറങ്ങട സന്ദർഭത്തിൽ നീണ് നിന്റെ ശരീരത്തെ ഒട്ടിക നിന്റെ നഫ്സിനെ ഒട്ടിക ഒന്ന് ക്വസ്റ്റ്യനാക്കി നോക്കുന്നേണ്. ഉത്തര തപ്പുണ്ട് കണ്ടെങ്കിൽ നീ റൈറ്റ് ആക്കുക വേണമായിട്ട് നോക്കൂ. നിന്റെ മക്ക ആ രൂപത്തിൽ ബലത്തക്കു നോക്കുന്നേണ്. ഇതെല്ലാം നീണ് മരിച്ചിട്ടുണ്ട് കണ്ടെങ്കിൽ റായത്തെ മുക്രിക്കല്ലടാ നിന്റെ മയ്യത്ത് കുളിപ്പാട്ടണായ ആള്. റായത്തെ ഉസ്താദല്ലടാ നിന്റെ കഫനാക്കണായ ആള്. മറതങ്ക് അക്കേ അല്ല ഹക്കില്ല, അത് ഞങ്ങളെ കർത്തവ്യമേ അല്ലാത്തത്, ഞങ്ങളെ ഡ്യൂട്ടി അല്ലത്. നീണ് മരിച്ചിട്ടുണ്ട് കണ്ടെങ്കിൽ മയ്യത്ത് നിസ്കരിക്കണായത് റായത്തെ ഖതീബല്ലടാ നിന്റെ മോന്റെ ഡ്യൂട്ടി. അത് അല്ലാഹു തആല നിന്റെ മോണ്ടില് കേക്കു, അതൊക്കെ വേണമായിട്ട് നിന്റെലും കേക്കു. എന്ത് നിന്റെ മോണുക്ക് നിന്റെ മേലും മയ്യത്ത് നിസ്കരിക്കുക വടിപ്പാട്ടിട്ടില്ല ചെന്നിട്ട് അല്ലേ? ഖതീബല്ല നിസ്കരിക്കണായത്, മോൺ നിസ്കരിക്കണായത്. ഏത് മോണല്ല? ഖതീബ് എത്രയിൽ മുബേണോണുകു അത്രല്ലെങ്കും മയ്യത്ത് നിസ്കാരത്തെ സമ്പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് ഷർത്തും ഫർദല്ല ഗൊന്ത് വേണം. ഇപ്പൊ കൊരിയുണ്ട് ഉസ്താദ് നാൻ നിസ്കരിക്കണേ, നാൻ നിസ്കരിക്കണോ സർ? എന്തിനാ നിസ്കരിക്കടേ? അവനക്ക് ഒരു ഫാത്തിയ സമയത്ത് തപ്പാണ്ട് ഓത പണ്ടില്ല. എത്ര സൂക്ഷ്മത്ര വിഷയ അത്. മഖ്റജ് കൂടാണ്ടതിൽ അതിന്റെ തജ്വീദ് നിയമപ്രകാരം ഓതുക ബറാത്തെ മോണ് ചൊല്ലണ ഉസ്താദേ നിങ്ങൾ നിസ്കരിക്കൂ ഉസ്താദി. തെരിയാത്തവണ് തെരിയണോ ചെല്ലെന്നാണ്, അത്ര പഠിക്കണോ. ഉസ്താദ്മാർക്ക് ഒരു തൃപ്തി അവന് പിറകിൽ നിസ്കരിക്കുമ്പോൾ അൽഹംദുലില്ലാ അവനക്ക് തെറ് ഫാത്തിഹ ഓതകൂ, അവനക്ക് തെറ് സ്വലാത്ത് ചൊല്ലകൂ, അവനക്ക് വേണമായിട്ട് അവനക്ക് തെറ് മയ്യത്ത് നിസ്കരിക്കും വേണമായിട്ട്. ഉസ്താദ്മാർക്ക് നിന്റെ മോന്റെ മയ്യത്ത് നിസ്കാരത്തെ നിന്റെ മോന്റെ ദീന് കണ്ടിട്ട് അഭിമാനപ്പെടണം. കുറെ റായത്തിൽ കുറെ അങ്ങനെ ബാലക്കാറുള്ള ചുമ്മ ഉസ്താദ്മാർക്ക് ബലിയ കോസി എങ്ക ബാലക്കാറിൽ 5 വക്ത് നിസ്കാരത്തിക്ക് പള്ളിക്ക് ഉക്കാറ്, ആ പള്ളിക്ക് ആ പള്ളി ക്ലീനാക്കും, മദ്രസ ക്ലീനാക്കും, മദ്രസ ഒത്തരാക്കും. അതൊക്കെ എല്ലാത്തുക്കും ഉസ്താദ്മാർ ഒരു കൂട്ട് ചെന്നൊരു ഒരു ബൊബെട്ടങ് മരി അല്ലെങ്കിൽ ഹായ് ചെന്നൊരു മെസ്സേജ് ഇട്ടമായി ഓടുമ്പോൾ അതിന് എന്തിനാക്കണം ഉസ്താദിന്റെ കേക്കട ബാലക്കാർക്ക് വർ. അല്ലാഹു അങ്ങനത്തെ ബാലക്കാർക്ക് തൗഫീഖും ഹിമ്മത്തും ആരോഗ്യം നീ പ്രദാനം ചെയ്യണം തമ്പുരാനെ. അങ്ങനത്തെ ബാലക്കാരാവണം ഞങ്ങളെ മക്ക. ഉസ്താദുമാരൊട്ടിക്ക് ആലിമ്യങ്ങളൊട്ടിക്ക് സമ്പർക്ക ബൈക്കട പോലത്തെ പിരിസ ബൈക്കട പോലത്തെ മക്ക ആവണം. അല്ലാണ്ട് കണ്ടെങ്കിൽ ഞങ്ങളെ മക്ക ബീതിലിക്കൂ. എപ്പോൾ ബീതിലിക്കൂ? നീ നിൽക്കുമ്പോഴത്തേക്കും ബീതിലിക്കൂ, നീ ഖബറിലെത്തിയപ്പം ബീതിലിക്കൂ, നിന്റെ പേരിൽ ഖുർആൻ ഓതി ദുആരക്കുമ്പോഴത്തേക്കും ബീതിലിക്കൂ. ഒരു വിസ കേൾക്കട്ടെ, ബേജാറാക്കി രണ്ട ചെല്ല് നല്ല തുറന്നൊരു ചെല്ലയുടെ ആള്. നിങ്ങ പ്രായത്തെ പള്ളിയുടെ പേര് ദിവസം മാവിനക്കട്ട അല്ലേ? അല്ല വിട്രെ ജുമാത്ത് പള്ളി മാവിനക്കട്ട വിട്ടെങ്കിൽ അവിടേക്കല്ല പള്ളി ജുമാത്തക്ക് പോണ്ടേ അല്ലേ? നിങ്ങളെ ജുമാത്ത് പള്ളി ഏതോട്ട് ചുറ്റുഭാഗത്തുള്ള നിങ്ങളെ ജുമാത്ത് പള്ളിക്ക് നിങ്ങൾ വെള്ളിയാസരണ്ട് പോണ്ട. ഈ വെള്ളിയാസരണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കഡ്ഡായാക്കിയ ഖുതുബവും നിസ്കാരവും കളിയിട്. പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്താക്കി അതിപ്രധാനപ്പെട്ട കൊറിയ സ്വറവിടെ നടക്കുന്നതിൽ പിന്നെ അത് പ്രധാനപ്പെട്ട വിഷയ ഏത് തെരിയണ? നിന്റെ റായത്തെ ഖതീബ് ഉസ്താദ് നിസ്കാര കഴിഞ്ഞാൽ പിന്നെ ഒന്നാമത്തെ ദുആ കഴിഞ്ഞാൽ പിന്നെ അൽ ഫാത്തിഹ ചെന്നൊരു ഫാത്തിഹ വിളിക്കട്.
ആ ഫാത്തിഹ ഓതിയാൽ പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ചൊല്ലുന്ന പരിശുദ്ധമാകപ്പെട്ട സൂറത്തു തൗഹീദ്, സൂറത്തുൽ ഇഖ്ലാസ് ഓതുറു 3 വട്ട. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓരോർക്ക ഓതുറു. ആ ഓതിയൽ പിന്നെ ആ ഖതീബ് ഉസ്താദ് രണ്ട് കൈ ഉദ്ദാക്കിട് ദ്വാരക്കിട് അല്ലാ ഈ ഓതിയതിന് മിസ്ൽ സവാബ് ഞങ്ങളെ കുടുംബത്തിനിട്ട് മരിച്ചു പോയ ആളുമാറെ ഖബറിയത്ത് പാട്ട് തമ്പുരാനെ, ഈ ഞങ്ങളെ പള്ളിയുടെ പരിസരത്ത് 6 അടി മണ്ണിൽ കിടന്നിട്ടുള്ള ഞങ്ങൾക്ക് പരിചയമുള്ളതും പരിചയവുമില്ലാത്ത ആയിരക്കണക്കിൽ ആളുമാർ ഇത്രമോ വർഷത്തിൽ പിന്നെ കിടന്നുറങ്ങിയോണ്ടുള്ളത് ഞങ്ങളെ ഖബറുകളുടെ നിർവാഹകത്തിന് പ്രതിഫലയത്ത് പാട്ട് തമ്പുരാനെ, പടച്ചവനെ ഞങ്ങളെ കൂട്ടുകുടുംബത്തിൽ ആരല്ല ഉള്ളറ ആരല്ല മരിച്ചു പോയിട്ട് ഞങ്ങളെ ഖബറിയത്ത് പാട്ട് റബ്ബേ, പ്രത്യേകിച്ചും ജന്മ തന്നെ ഉമ്മമാ ബാപ്പമാ അല്ലെങ്കിൽ ഉമ്മ ബാപ്പക്ക് ജന്മ കൊടുത്ത അജ്ജമ അജ്ജയുണ്ട് 6 അടി മണ്ണിലുള്ളത് അല്ലാ, ഞങ്ങളെ ഖബറിയതിലെ കൂലി സവാബ് എത്ത് പാട്ട് അല്ലാ. ഉസ്താദ് ദ്വാരക്ക് പള്ളിയിൽ ആമീൻ ചൊല്ലി എത്ര ആളുള്ളടാ? രണ്ടാമത്തെ ദ്വാരക്ക് ആമീൻ ചൊല്ലി എത്ര ആളുള്ളടാ? അവിടെ ആമീൻ ചെല്ലങ്ങളെ കൂട്ടത്തിൽ നിന്റെ മോണുള്ളണ ഒരു നാളെങ്കും തിരിഞ്ഞു നോക്കിരേ, നീനുള്ളേ ഒന്ന് ആലോചനാക്കി നോക്കൂള. നീണുമില്ല, നിന്റെ മക്കളുമില്ല. അക്കസ്മാത്ത് നീണിന്നെങ്കിൽ നിന്റെ മക്ക ഏതായാലുമില്ല പള്ളികള്. ഇത് ദയനീയ പരിസ്ഥിതി. ഇത് ഷാപ്പലാനിക്ക് നിക്ക് ദ്വാരക്കാത്ത മക്ക ഇല്ലെങ്കിൽ എന്തുകളാ അങ്ങത്തെ മക്ക? നിക്ക് ദ്വാരക്കട ജാഗിൾ ആമീൻ ചൊല്ലകും മക്ക ഇല്ലെങ്കിൽ എന്തുകളാ മക്കൾ നീ ബൽത്തിയ തിരുസത്തെ ഉമ്മ ഒലിമ്പോ തിങ്കൾ നിന്റെ ഗർഭകോശത്ത് ഉദ്ഗത്തിലാക്കിടാവിടെ നീ ഉദ്ദാക്കി നടന്ന് ഇടക്കിടക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് ടെസ്റ്റാക്കി ECGയും സ്കാനിങ്ങും എല്ലാം നാക്ക് പാട്ടിയെ ഇടക്കിടക്ക് നീ ഇഞ്ചക്ഷൻ കുറെ ഇഞ്ചക്ഷനുടെ കുത്തു തിണ്ടനേണ്, ഇഞ്ചക്ഷന്റെ നൊമ്പൽ അനുഭവിച്ച നേണ്. എന്തല്ല കിട്ടിയതല്ല ഡോക്ടർമാരെ കണ്ടിട്ട് ഇന്ന മരുന്നല്ല തിണ്ടനേണ്. എന്തൊക്കെ നിന്റെ കിടാവിടെ ആരോഗ്യത്തിന് വേണായിട്ട് ഭയത്ര ഉൾഗത്തിൽ നിന്ന് കിടാവുക എന്തെങ്കിലും ന്യൂനത ഉണ്ട് ചെന്ന് നീ ഹൈറാണായ തമ്പുരാൻ എനിക്ക് പേടി തുടങ്ങിയിട്ട് ബേജാറ് തുടങ്ങിയിട്ട് അമ്പയത്ര ഗർഭകോശത്തിൽ ഉൾഗത്തിൽ നിന്ന് കിടാവുക എന്തെങ്കിലും ന്യൂനത ഉണ്ടോട്ട് കണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരിഞ്ഞിറാ മറിഞ്ഞിറാണ്ട് മൂത്ത് ചെന്നറണ്ട് കണ്ടെങ്കിൽ നീ കാണാത്ത ഡോക്ടർമാരില്ല, കാണാത്ത ഹോസ്പിറ്റൽമാരില്ല. എത്രത്തോളം നീ പ്രയത്നാക്കിയ നിന്റെ കിടാവിടെ ആരോഗ്യത്തിൽ നിന്നൊരു ജന്മത്തേക്ക് വേണായിട്ട്. അതേപോലെ മരണവേദന അനുഭവിച്ചിട്ട് നിന്റെ കിടാവുക നീ ജന്മ കൊടുത്ത് ഏതൊരു പെണ്ണും അതാ നോർമലായിട്ട് പെറ സന്ദർഭത്തിൽ പേരിക്കിട് അല്ലാ ഇത്രയും നമ്പല ഈ ജന്മ പെറ സന്ദർഭത്തിൽ ഉണ്ടാവുന്നുണ്ട് കണ്ടെങ്കിൽ ഇന്നക്ക് മക്കളെ വേണ്ട അല്ലാ. ഏതൊരു പെണ്ണും ആ നമ്പല അനുഭവിക്കുന്ന സന്ദർഭത്തിൽ വേണ്ടാത്ത നമ്പുരാനെ ഗർഭകോശത്തിൽ കിടാവുക ജന്മ കൊടുക്കൂടെ പോലത്തെ കിടാവിടെ ബൽത്ര പോലത്തെ പിസെ വേണ്ടാന്ത്. എന്നിട്ട് ആ കിടാവുടെ പെരലോട് കൂടെ ആ നമ്പള ഉമ്മ മറന്നിട്ട് കിടാവുടെ മുഖ കാണലോട് കൂടെ ഉമ്മ പൂർണ്ണമായിട്ടും നമ്പള മറന്നു പോയിട്ട് എന്തൊക്കെ ആരചരണ പിരിസത്തെ ബാലക്കാർത്തി പെണ്ണേ ബാലക്കാറാ നിന്റെ ഉമ്മടെ കൊരെ ഉമ്മമാർ നിങ്ങൾക്ക് ജന്മ തന്നെ ഉമ്മടെ നിങ്ങളെ ബേത്ത് കൊന്നു നോക്കു നീണമല്ലേ പടച്ചവന് എത്ര ഉമ്മമാരെ ബേത്രയുടെയും മൂടെയും ഗായായിട്ടുണ്ടു കീറി വെച്ചത് കീറി തുന്നിയത് നോർമലായിട്ട് ജന്മ കൊടുക്കുക ഔലാണ്ട് കണ്ടപ്പോ ഡോക്ടർമാർ പിടിച്ചിട്ട് കത്തരി വെച്ചതും ബ്ലേഡ് വെച്ചതും കണ്ടാക്കിയിട്ട് കീറിട്ട് ഗർഭകോശത്തെ സമയത്ത് കീറിട്ട് ഒട്ടയാക്കിയിട്ട് കിടാവിടെ എടുത്തത് അള്ളാഹു എത്രത്തോളം കഷ്ടപ്പെടുന്നൊരു കിടാവിടെ കിടവാവണോണ്ട് കണങ്ങാവുമ്മ നയിച്ച കാസ് സമ്പൂർണ്ണമായിട്ടും ചാവും പോളും ഓടി നടന്ന് വേർപെട തന്നിടിച്ച ആ ബാപ്പ ഉണ്ടല്ലത് പൂർണ്ണമായിട്ടും ആ നിന്റെ ജന്മത്തുക ആ കിടാവിടെ ജന്മത്തുക കഷ്ടപ്പെടുന്നത് ചെലവാക്കിത്ത് ലേബർ റൂമുക്ക് വേണായിട്ട് പിറകു വേണയുടെ പെഞ്ഞയുടെ കൊമ്പോയി സന്ദർഭത്തിൽ മാപ്പിളായവണതവാ നിന്റെ ബാപ്പയായവണു കണ്ടെങ്കിൽ ഫോണാക്കിയിട്ട് ദ്വാരക്കൊരുസ്താദേ സുഖപ്രസവത്തുക്ക് വേണായിട്ട് സുഖപ്രസവം നടക്കില്ല ടാമ്പത്തുക്ക് അയാളും ഹാർട്ട് അറ്റാക്ക് ആയതുപോലെ ഹൈറാണായിട്ട് പടച്ചവനെ എന്താ ഒരു റബ്ബേ പെഞ്ഞയും മൂക്കിടാവും എന്നൊക്കെ നഷ്ടപ്പെട്ടു പോവറാച്ചന്റെ ബേജാറ് ദുഃഖ തുടങ്ങിട് ഇങ്ങനെയുള്ള സന്ദിഗ്ധ പരിസ്ഥിതിയിലായിട്ട് കൊടുഒരു കിടാവു ഉമ്മ ജന്മ കൊടുക്കണത് ജന്മ കൊടുത്തൽ പിന്നെ യഥാ സ്വന്തം ശരീരത്തിൽ ഇന്ന ചോരയുണ്ടല്ലതിരെ പാളാക്കിട്ടതാ ഉമ്മതാ ഓരോരോ കിടാവുടെയും ഭയത്തുക ബായിക്ക് 2 വർഷത്തോളം ഭീതി കൊടുക്കൊടു ആ ചോരലായിട്ട് കിട ആ പാളിലായിട്ട് കിട കിടാവ് ബൾക്കിടത്
ആ കിടാവ് പനി വന്നെങ്ക പടച്ചവനെ ഉമ്മക്ക് ഉറക്കില്ല ഊണില്ല, തലകൊത്തു തുടങ്ങിയ ഊണില്ല ഉറക്കില്ല, ഉൾപ്പൊടുകു തുടങ്ങിയ ഉമ്മക്ക് ഊണില്ല ഉറക്കില്ല. ആ കിടാവ് ഇത്രയുള്ള കഷ്ടപ്പെണ്ട ആ ഉമ്മായവളും നിന്റെ പിരുസത്തെ ഉമ്മ ഇത്രയുള്ള കഷ്ടപ്പെന്നിട്ട് ആരേക്കാക്കിയിട്ട് പിരുസത്തില് ജാവും പോളും ഊണും ഉറക്കുമില്ലാണ്ട് ത്യാഗാക്കിയിട്ട് നിന്റെ കിടാവിടെ നീ നോക്കിയിട്ട് ആ കിടാവു നീണ് മരിച്ചൽ പിന്നെ നിക്ക് ദ്വാരക്കാത്ത പോലത്തെ കിടാവായിട്ടുണ്ട് കണ്ടെങ്കിൽ എന്ത് കിടീ അങ്ങത്തെ മക്കൾക്ക് നീ ജന്മക്കെടുത്ത ഒന്ന് ചെല്ലമാ. പടച്ചറബുടെ പള്ളിക്ക് നിസ്കരിക്കുക പറയാണ്ട് അലന്മാരുടെ പോലെ ഭീതിനായുടെ പോലെ അങ്ങാടിൽ ചുത്ര ബാലക്കാറുള്ളത്. എപ്പോ നോക്കുമ്പോഴത്തേക്ക് ഏതെങ്കിലും മോരി കണ്ടെങ്കിൽ അവിടെ രണ്ട് സൈന്താണ്ട കള്ളു ബീച്ചത് പോലെ രണ്ട് പാലക്കാർ എപ്പോ നോക്കുമ്പോഴത്തേക്ക് അതിൽ ഒക്കളായതുപോലെ ഏതെങ്കിലും ഒരു പൊട്ട് ഏതെങ്കിലും ഹോട്ടലിലെ പിറകിൽ അല്ലെങ്കിൽ ഹോട്ടലിന്റെ സൈഡിൽ ഏതെങ്കിലും ഒരു ഗൂഡൻ ഡ്രസ്സിൽ 1.5 കാരുടെ രണ്ട് ബെഞ്ചുണ്ട് കണ്ടെങ്കിൽ അതിൽ എപ്പോഴും അണ്ടുപാട്ടിയത് പോലെ അതൊക്കെ ഫേസ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ഫെവിക്കോളിട്ട് ജമാക്കി വെച്ച പാലക്കാർ എപ്പോ നോക്കുമ്പോ ഇവിടെ അത് നയിക്കാത്ത പാലക്കാരെ ചരിത്രം എത്ര വീണു നിങ്ങളെ റായത്തില്. പടച്ചവന് ഉമ്മ ബാപ്പടെ മുഖം നോക്കുക ഇഷ്ടപ്പെടാത്ത ഉമ്മ ബാപ്പടെ കാണുമ്പോ അരസബോണ്ട് പോലത്തെ ബാലക്കാർ എത്ര ഉണ്ടു. എന്തൊക്കെയാറച്ചലണ ബാലക്കാർത്തി പെണ്ണുമക്ക ഉമ്മടെ കാണുമ്പോ നാവു ബുഡ്ര പോലത്തെ നാവു കാട്ര പോലത്തെ ബാലക്കാർത്തി പെണ്ണുമക്ക എത്ര ഉണ്ട് നിങ്ങളെ ഔത്തുള്ളൂ. ഉമ്മടെയും ബാപ്പടെയും ബായി പൊത്തു പാട്ര പോലത്തെ മക്ക എത്ര ഉണ്ട് നിങ്ങളെ ഔത്തുള്ളൂ. ഇതെല്ലാം നിങ്ങ ജന്മ കൊടുത്തതല്ലേ, ഇതെല്ലാം നിങ്ങ ജന്മ കൊടുത്തതല്ലേ. കാഞ്ചത്തെയും അഫീമളുടെയും MDM പോലോ തമല് പദാർത്ഥത്തെ ചരിത്രയും അതിന്റെ വ്യസനത്തെ വിഷയം ചെന്നിട്ട് കാര്യമില്ലാത്തത് അതെല്ലാം ഒരു ഉമ്മ ജന്മ കൊടുത്ത മക്കായിട്ട് റായത്തുക്ക് ഷാപ്പായിട്ടുള്ളത്, സമുദായത്തുക്ക് ഷാപ്പായിട്ടുള്ളത്, ജമാഅത്തുക്ക് ഷാപ്പായിട്ടുള്ളത്, ദീനിക്ക് ഷാപ്പായിട്ടുള്ള എത്ര പാലക്കാറുള്ളത് ഞങ്ങളെ റായത്തിൽ പടച്ചവന്. ഇതെല്ലാം ഉമ്മ ജന്മ കൊടുത്തത്, ബാപ്പ ജന്മ കൊടുത്തത്. ഈ മക്ക എന്ത് കിടാ നിക്ക്, ഈ മക്ക എന്ത് കിടേ നിക്ക്. മരിച്ചൽ പിന്നെ നിന്റെ മോണ് നിക്ക് ദ്വാരക്കില്ലെങ്ക, മരിച്ചൽ പിന്നെ ദ്വാരക്കുമ്പത്തേക്ക് നിക്ക് ആമീൻ ചൊല്ലകു നിന്റെ മക്ക ഇല്ലെങ്ക. എന്തൊക്കെ ആ മക്കൾ നീ ബൽത്തിയോണ്ടുള്ള ഒന്ന് ചെല്ലമാ. നാളെ ആഖിറത്തിക്ക് എത്തിയപ്പോ പടച്ച തമ്പുരാന് ചെന്നോട്ടുള്ള അരിനല്ലദീന വല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് ലിനജഅലഹുമാ തഹത അഖദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. ഞങ്ങളെ തിരുതപ്പാട്ട് ഞങ്ങളെ ഉമ്മ ബാപ്പ എവിടെ തമ്പുരാനെ, ഞങ്ങളെ തിരുതപ്പാട്ട് ഇങ്ങ എവിടെ തമ്പുരാനെ. പടച്ച തമ്പുരാന്റെ പള്ളിയിലിട്ട് മഗ്രിബിയുടെ ബാങ്ക് കേൾക്കണ സന്ദർഭത്തില് മോളായുള്ള മൊബൈലിലുള്ളത്, ടിവിയിലുള്ളത്, സിറ്റ് ഔട്ടിലുള്ളത്, പിത്തലുള്ളത് ഇന്നും മുൾക വന്നിട്ടില്ല. മോണായുടെ ക്രിക്കറ്റ് മൈതാനത്തുള്ള ബീച്ചിലുള്ള അങ്ങാടിന്റെ സൈഡുള്ള അള്ളാഹു ശപിച്ച ജാഗായിട്ട് ഇക്കട മാർക്കറ്റ് അതിലായിട്ട് ഇക്കട മോണൊപ്പം നിന്റെ ഗണ്ടത്ത ജാവുത്തോളം ഉള്ളത്. ഇന്നും മഗ്രിബ് നിസ്കാരത്തേക്ക് പള്ളിക്കെത്താത്ത മോണോ, മഗ്രിബ് നിസ്കാരം നിസ്കരിക്കാത്ത മോളോ, ഒരു പേജ് ഖുർആൻ ഓതാത്ത മോളോ, സുബഹി നിസ്കരിക്കാത്ത നിന്റെ ബിർസത്തെ മക്ക. ഇതെല്ലാം ഇന്നിട്ടെന്ത് കാര്യളാ. നാളെ ആഖിറത്തേക്ക് എത്തിയപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല ആളിൽ നീ കഷ്ടപ്പെട്ട് ജന്മ കൊടുത്ത നിന്റെ മക്ക ഉള്ളറല്ലേ. ആ മക്ക അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികങ്ങളിൽ ചിലട ഖുദൂഹു ഫഗുല്ലൂഹു സുമ്മൽ ജഹീമ സല്ലൂ. പിടിക്കൊരു മലായിക്കത്തെ അവന്റെ കൈകാളുക ചൈനിട്ടിട്ട് കെട്ടൊരു വലിച്ചിട്ട് നരകത്ത് കയറിയൊരു ചെന്നിട്ട് പടച്ചറബ് മലായിക്കത്തനക്ക് ആജ്ഞ കൊടുത്തപ്പോ നിന്റെ മക്ക നരകത്തേക്ക് പോണ്ട് തെരുള് ചെല്ലറ് അല്ലാഹുവേ അരിനല്ലദീന അല്ലല്ലാനാ. ഞങ്ങ ഇണ്ട് കള്ളു കുടിച്ചിട്ടാ, വ്യഭിചരിച്ചിട്ടാ, ഹറാമ്യത്തിന് പിറകില് പോയിട്ടാ, കട്ടിട്ടാ, ലൂട്ടിട്ടാ, ഗാഞ്ചത്തെ പിറകില് പോയിട്ടാ, കള്ളു കുടിച്ചിട്ടാ, ഉമ്മ ബാപ്പടെ ബാത്തക്ക് ചവിട്ടിട്ടാ, റായത്തങ്ക് ബത്തി വെച്ചിട്ടാ, ബട്ടിയുടെ വ്യവഹാറാക്കിട്ടാ, ചീട്ട് കളിച്ചിട്ടാ, അതേപോലെ തെമ്മാടിയുടെ പോലിടെ പോലെ നടന്ന കാരണത്തിൽ പടച്ചറപ്പ ഞങ്ങ ഇണ്ട് നരകത്തേക്ക് പോണ്ടേണ്ട് കണ്ടെങ്കിൽ ഞങ്ങ നരകത്തേക്ക് പോണ്ടേ കാണാൻ ഞങ്ങക്ക് ജന്മ തന്നെ ഉമ്മടെ കാട്ടിത്താ തമ്പുരാനെ, ജന്മ തന്നെ ബാപ്പടെ കാട്ടിത്താ അല്ലാ. അള്ളാഹു
സുബ്ഹാനഹു വ തആല ചൊല്ല നിന്റെ ബാപ്പ നിസ്കരിച്ചവണോ ഉമ്മ നിസ്കരിച്ചവളോ അങ്ങ് സ്വർഗത്തെ തെരുളുള്ള രണ്ട് കേക്കട സന്ദർഭത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ചൊല്ലട റബ്ബേ നിങ്ങൾ തപ്പാക്കൊക്കെ കാരണം നിന്റെ ഉമ്മ ബാപ്പയായിട്ട് കട തപ്പുക്ക് സപ്പോർട്ട് ആക്കിയറ് തപ്പുക്ക് സപ്പോർട്ട് ആക്കിട പോലത്തെ സാക്കാറങ്ങ് ആക്കിയറ് മൊബൈൽ എടുത്ത് തന്നറ് യൂട്യൂബ് നോക്കിക്കൊണ്ടുള്ള ഗെയിം കളിച്ചുകൊണ്ടുള്ള സോഷ്യൽ മീഡിയത്തെ പിറകില് പോയിക്കൊണ്ടുള്ള ഇൻസ്റ്റാഗ്രാം നോക്കിക്കൊണ്ടുള്ള ഇതെല്ലാം ചാട്ടിങ്ങും മീറ്റിംഗും നടക്കുന്ന സന്ദർഭത്തിൽ ഗണ്ടത് നോക്കുന്ന സന്ദർഭത്തില് ഉമ്മ ചെന്നില്ല മോളെ അത് ബന്ധാക്ക് മോളെ നിസ്കരിക്ക പെണ്ണേ ഖുർആൻ ഓതു മോളെ ദിക്റും തസ്ബീഹും തെല്ല് ചെല്ലു മോളെ ഈ ഔത്തിലിട്ട് മരിച്ചു പോയ ചെമ്മാളും മാറുള്ള ഞങ്ങളെ ഖബർക്ക് ബേനായിട്ട് വെളിച്ചു കിട്ടുക ബേനായിട്ട് ദ്വാരക്ക് മോളെ ബാപ്പ മരിച്ച യതീമായ പെണ്ണുള്ള ലൗത്തുള്ളു ഉമ്മ മോളിൽ ചെന്നില്ല മോളെ ഈ അക കെട്ടിയത് ബിൽഡിംഗ് ഉണ്ടാക്കിയത് ജാഗ ഉണ്ടാക്കിയത് കട്ടിൽ കൊമ്പന്നത് ഫാന് കൊമ്പന്നത് എല്ലാ വ്യവസ്ഥ ആക്കിയ നിന്റെ ബാപ്പയുണ്ട് ചിമ്മയിന്ന് 6 അടി മണ്ണിൽ കടന്നിട്ടുണ്ട് മോളെ അയാൾ കണ്ട് പ്രകാശത്തെ അകത്തുണ്ട് സൂറത്തുൽ മുൽക്ക് ഓതു പെണ്ണേ സൂറത്തുൽ വാഖിയ ഓതു പെണ്ണേ യാസീൻ ഓതിന് നിന്റെ ബാപ്പക്ക് ദ്വാരക്ക് മോളെ ചെന്നൊരു ഉമ്മടെ നാവുള് വന്നില്ല മോണായോണ് ബാപ്പായോണ് പള്ളിക്ക് പോണ്ട സന്ദർഭത്തിൽ മഗ്രിബ് ബാങ്ക് പള്ളിക്ക് പോണ്ട സന്ദർഭത്തിൽ മോണായോണ് റോഡ് സൈഡിലും അങ്ങാടെ സൈഡിലും ഔത്രപ്പെത്തില്ല കളിക്കട സന്ദർഭത്തിൽ പോയില്ല പള്ളിക്ക് ചെന്ന് വിളിച്ചുകൊണ്ട് ബാപ്പ പോയില്ല സുബഹി നിസ്കാരത്തിക്ക് പള്ളിയുടെ ബാങ്ക് കേക്കട സന്ദർഭത്തിൽ പള്ളിക്ക് പോണ്ട ബാപ്പ അതാ മോണ്ടൊന്ന് വണത്തിട്ട് കൈപിടിച്ചിട്ട് ഉദ്ദാക്കിടെ പടച്ചറപ്പുടെ പള്ളിക്ക് പോയിട്ട് നിസ്കരിക്കുക വിളിച്ചും പോയില്ല ജാവുക്ക് 12 ഗണ്ട 1 ഗണ്ട 1.5 ഗണ്ടത്തോളം ഓൺലൈനിലിക്കട ആണുമക്കളും പെണ്ണുമക്കളും അങ്ങനെ മൊബൈലൊന്ന് എടുത്ത് വെച്ചൊരു 10 ഗണ്ട അവിടെ കാണാം ഒന്നുള്ളൊന്ന് ഉറങ്ങുന്ന വ്യവസ്ഥ ബാപ്പ ആക്കി കൊടുത്തില്ല അതുകൊണ്ട് ആ ഉമ്മടയും ബാപ്പടയും താ അല്ലാഹ് കടി എന്തുകളാ നിക്ക് നിന്റെ ഉമ്മ ബാപ്പാണ്ട് കേട്ടപ്പോ ലിനജഅലഹുമാ തഹത ഖുദാമിനാ ഞങ്ങളെ കാലുടെ അടിക്കിട്ട് ചവിട്ടി പോയി കിടതമ്പുരാന് ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇശാവും മഗ്രിബും സുഹ്ബിയും അസറും ഇല്ലാണ്ട് എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഫുട്ബോളുടെ പിറകില് പോയപ്പോ ക്രിക്കറ്റിന്റെ പിറകില് പോയപ്പോ വാലിബോളുടെയും കബഡിയുടെയും പിറകില് പോയപ്പോ റമദാൻ തിങ്കൾ വന്നപ്പോ ലൂഡത്തെയും ക്യാരം ബോർഡുടെയും പിറകില് പോയപ്പോ തിദ്തുപടിയാക്കാത്ത ബാപ്പയില്ല റബ്ബ് ഉമ്മ ഇല്ല അല്ലാ ഒന്ന് കാലുടെ അടിക്ക് വെച്ചിട്ട് ചവിട്ടി പോയി കിടതമ്പുരാന് ലിയകുന മിനൽ അസ്ഫലീൻ 7 നരകമുണ്ട് 7 നരകത്തെ അടിത്തട്ട് കായിട്ടിക്കിട് അങ്ങയെത്തൊണായര് അങ്ങനെ തീലായിട്ടിക്കൊണായത് പടച്ചറപ്പേ നങ്ക് നീന് ശിക്ഷ തരണായര് അങ്ങ നങ്ക് നീ ശിക്ഷ തന്റെ തീയുണ്ടല്ലേ നരകത്തെ തീയുണ്ടല്ലേ അതിരെ കോള് അങ്ങ് ആവണു അല്ലാ ഞങ്ങളെ നീ കത്തുപാട്ടെ കാണുമെന്നുള്ളൂ ഉമ്മടയും ബാപ്പടയും കത്തുപാട്ട് റബ്ബേ അങ്ങനെ നിന്റെ മക്ക ചെല്ലുവറ് ചന്ദ്ര പടച്ചതമ്പുരാന് ഖുർആന് ചിലരുടെ സന്ദർഭത്തില് നേരെ മറിച്ച് നിന്റെ മോള് മൊബൈലിയുടെ പിറാന്തന്മാരായില്ലെങ്കിൽ സോഷ്യൽ മീഡിയത്തെ പിറാന്തന്മാരായിട്ടില്ലെങ്കിൽ അല്ലാഹുടെ ഖുർആൻ മുറുകെ പിടിക്കട മക്കാണ്ട് കണ്ടെങ്കിൽ ദിക്റും തസ്ബീഹും മങ്ങളെ കൊണ്ട് അവിടെ രൂപത്തിൽ ചിലരുടെ മക്കാണ്ട് കണ്ടെങ്കിൽ മഗ്രിബിയുടെയും ഇശായുടെയും ഇടയിലുള്ള പവിത്രമായ സമയത്തിൽ നിന്റെ മക്ക യാസീനും സ്വലാത്തും ആലയും മൗലിദും ഓദ്ര പോലത്തെ സാലിഹായ മക്കളായങ്കാ ഇശാ ബാങ്കായ ബർത്തുക്ക് നിന്റെ മക്കതാ വേഗ ഉണ്ടിട്ടു ഇത്ര വേഗത്തിൽ ഉറങ്ങിട്ട് സുബഹി ബാങ്ക അവിടെ കാണാം മുന്നുള്ളൊരു കാള് ഗണ്ട 1/2 ഗണ്ട മുന്നുള്ള എണിച്ചിട്ട് കുളിച്ചിട്ടാ ഒളുവാക്കിട്ടാ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടെങ്കിൽ തറാണ്ടിക്കില്ല അത്രത്തോളം ദുആക്ക് ഉത്തര കിട്ടുന്ന സമയത്ത് തഹജ്ജുദ് സമയത്ത് ആ സമയത്ത് നിന്റെ മക്ക എണിച്ചിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആരക്കട മക്കായങ്കാ നാളെ ഉമ്മയും ബാപ്പയും ആക്കി എന്തെങ്കിലും തപ്പ് വ്യത്യാസത്തെ കാരണത്തിൽ പടച്ചറബ് മലായിക്കത്തങ്ങളെ പിടിച്ചിട്ട് നരകത്തേക്ക് വേണായിട്ട് എറിയുക മലായിക്കത്തങ്ങൾ ചെന്നപ്പോ ഉമ്മടയും ബാപ്പടയും ദോഷിയായ ഉമ്മടയും ബാപ്പടയും നരകത്തേക്ക് മലായിക്കത്തങ്ങൾ എറിയുക കൊമ്പോണ്ട സന്ദർഭം
സന്ദർഭത്തിൽ നീ ജന്മ കൊടുത്ത നിന്റെ പെണ്ണുമക്ക ഉള്ളറല്ലേ, മഗ്രിബിടെ ഹയാത്താക്കിയ പെണ്ണുമക്ക, സുബഹിർ അസ്സലാത്തു ഖൈറും മിനൻ നൗം, ആ ശബ്ദത്തിക്ക് സ്വതഖത്താവ് ബരീർത്താ ചന്ദ്ര ഉത്തര കൊടുത്ത നിന്റെ പിരസത്തെ മോളോ, ആ മോള് ചെലിടർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെലട് ഏതെങ്കിലും ഒരു മനുഷ്യക്ക് 2 പെണ്ണുമക്ക ഇന്നെങ്കിൽ 3 പെണ്ണുമക്ക ഇന്നെങ്കിൽ പെങ്ങന്മാർ ഇന്നെങ്കിൽ അത് കാണായാറമാ കൊറുടിയ പെണ്ണുമക്കളും അതേപോലെ പെങ്ങന്മാരുള്ള 2 കണ്ടെങ്കിൽ ഫഹസന സുഹബതഹുന്ന, ആ മക്കളെ ദീനിയായ രൂപത്തിൽ പിരിസത്തിൽ ബൽത്തിയാണ്ട് കണ്ടെങ്കിൽ ഹുന്ന ലഹു ഹിജാബും മിനന്നാർ, ആ ഉമ്മയും ബാപ്പയും നാളെ അക്കസ്മാത്ത് എന്തെങ്കിലും തപ്പ് വ്യത്യാസത്തെ കാരണത്തിൽ പടച്ചറബ് നരകത്ത് കയറാണ്ട് കണ്ടെങ്കിൽ ആ പെണ്ണുമക്ക നരകത്ത് ഡോറുള്ള അഡ നിരടിച്ചുള്ള റബ്ബേ നിന്റെ ഖുർആൻ എന്നങ്ങ ഓതിരെങ്കിൽ നിക്ക് നിങ്ങൾ സുജൂദിട്ടരെങ്ക്, നിന്റെ ഹബീബിയുടെ മേലുള്ള സ്വലാത്ത് ചെന്നിരെങ്ക്, നിക്ക് നിങ്ങൾ നോമ്പ് പിടിച്ചിരെങ്ക്, നീന് ചെന്ന് സൽക്കർമ്മത്തെ നിങ്ങൾ ആക്കിരെങ്ക്, മാണ മര്യാദ കാത്തു സൂക്ഷിച്ച പെണ്ണുമക്ക നിങ്ങൾ ആയിടാണ്ട് കണ്ടെങ്കിൽ നീ ഞങ്ങളെ സാലിഹായ പെണ്ണിടെ കൂട്ടത്തിൽ എണ്ണിട്ട് ഞങ്ങളെ സ്വർഗത്തേക്ക് കടത്തിരണ്ട് കണ്ടെങ്കിൽ അല്ലാ ജന്മ തന്നെ ഉമ്മ ഇല്ലാട്ട് നാണെന്ത് സ്വർഗത്തേക്ക് പോണു റബ്ബേ, സ്വർഗത്തിൽ എന്ത് കിട്ടിയെങ്കിലും ജന്മ തന്നെ ഉമ്മ ഇല്ലാത്ത സ്വർഗ എന്ത് റബ്ബേ, ജന്മ തന്നെ വാപ്പ ഇല്ലാത്ത സ്വർഗ എന്ത് അല്ലാ, അങ്ങ നരകത്തിലും ഞങ്ങ സ്വർഗത്തിലും എന്ത് സുഖം അനുഭവിക്കു തമ്പുരാനേണ്ട ചൊന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെലട് നിന്റെ സ്വാലിഹത്തായ പെണ്ണുമക്കളെ ശഫാഅത്തിന്റെ കാരണത്തില് അങ്ങാക്കെ സത്കർമ്മത്തെ കാരണത്തില് അല്ലാഹു ഉമ്മടെയും ബാപ്പടെയും തപ്പടെ പടച്ചറബ് പൊറുത്തോട്ടോ ഉമ്മടെയും ബാപ്പടെയും മക്കളെയും ഒട്ടിക്ക് അല്ലാഹു സ്വർഗത്തേക്ക് കടത്തുറാജെന്നിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ 2 ടൈപ്പിടെ മക്കളെ കൂട്ടത്തിൽ നിന്റെ മക്ക എന്തായിട്ടുള്ളത്, നിന്റെ മോൾ എന്തായിട്ടുള്ളത്, ഒന്ന് ഉത്തര ചെല്ലമാ പടച്ചവന്. ബാപ്പായവണും മക്കൾക്ക് പേനായിട്ട് പണ്ട കഷ്ടപ്പാട് നോക്കിയോളോ, ചെന്നക്ക് തീരാത്തത്ര കഷ്ടപ്പാട് മക്കൾക്ക് പേനായിട്ട് ഉമ്മ ബാപ്പ അനുഭവിച്ചുകൊണ്ടുള്ളത്. അങ്ങനത്തെ ഉമ്മ ബാപ്പ മരിച്ചു പോയപ്പോ, ആ കുടുംബത്തിൽപ്പെട്ട ആടെങ്ക് മരിച്ചു പോയപ്പോ ചെന്നല്ല ജുമാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഖതീബ് ഉസ്താദ് ഫാത്തിഹ ഓതുറ. ഫാത്തിഹ ചെല്ലത് ഖുർആനിൽ അത്യുത്തമ പ്രതിഫല കിട്ട ഏറ്റവും 1ാമത്തെ സ്ഥാനത്തുള്ള സൂറത്തായിട്ട് സൂറത്തുൽ ഫാത്തിഹ. അത് കഡ്ഡായായിട്ട് നിസ്കാരത്തിൽ പോനേൽ പട്ട ഓതുന്നത് കഡ്ഡായായിട്ട് ഏതൊരു കാര്യക്രമം തുടങ്ങിട്ട് ഫസ്റ്റ് അൽ ഫാത്തിഹ ചെന്നറ ഫാത്തിഹ വിളിക്കട. ഫാത്തിഹ വിളിച്ചിട്ട് ഫാത്തിഹ ഊതിൽ പിന്നമേ സകലമാണ് കാര്യക്രമം തുടങ്ങണത്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സുജൂദ് ഇടുന്നതും ഫറലായ ഫാത്തിഹ കൊണ്ടിട്ടായിട്ട് കൈകെട്ടിട്ടല്ല, അതേപോലെ സെറ്റപ്പ് ആയിട്ട് നിണ്ടൽ പിന്നെ നല്ല ക്രമപ്രകാരം നിണ്ടിട്ട് കൈകെട്ടിയാൽ പിന്നെ റബ്ബട മുട്ട നിണ്ടവിൽ പിന്നെ ഫസ്റ്റ് നിസ്കാരം തുടങ്ങിടമേ ഫാത്തിഹാത്തെ മുഖാന്തരാണ്ട് കണ്ടെങ്കിൽ പിരിസത്തെ മുസ്ലിമേ അതിന്റെ മഹത്വം ചെന്നെങ്കിൽ തീരാത്തത്ര ഉണ്ടുളാ. അതായിട്ട് ഖതീബ് ഉസ്താദ് 1ാമത്തെ ദുആ കഴിഞ്ഞാൽ പിന്നെ വെള്ളിയാഴ്ച 2 ഓതറത്, പിന്നെ മാ ഖുൽ ഹുവല്ലാഹു അഹദ്. അതിക്കിന്ന പ്രതിഫല ചെന്നിട്ട് കാര്യമില്ലാത്തത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എല്ലാ ശനിയാഴ്ച മദീനത്തിലുള്ള മസ്ജിദുൽ ഖുബത്തേക്ക് സിയാറത്തേക്ക് പോയോണ്ട് എന്ത് ഇമാം ബുഖാരി റിപ്പോർട്ടാക്കുന്ന ഹദീസിൽ കാണ്ട് മസ്ജിദുൽ ഖുബാൽ വലിയ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ എല്ലാ ശനിയാഴ്ച മസ്ജിദുൽ ഖുബാ സന്ദർശനത്തേക്ക് പോയോണ്ട് എന്ത് ചെന്നിട്ട് ആ പള്ളി കഥ ഒരു ഖതീബ് ഉസ്താദിനെ അകത്യ വന്നപ്പോ പുണ്യ സ്വഹാബിയുടെ ഖതീബാണ് മസ്ജിദുൽ ഖുബാച്ചളുടെ പള്ളിക്ക് അല്ലാന്റെ റസൂല് കടത്തറ. അങ്ങനെ അയാൾ അതാ ഇമാമത്ത് നിക്കുക തുടങ്ങിയിട്ട് ഇവിടെ ഖുതുബല്ല ഓതുക തുടങ്ങിയിട്ട് എല്ലാ നിസ്കാരത്തിലും എല്ലാ 5 ഭക്തി നിസ്കാരത്തിലും എല്ലാം ഓരോ നാളും ഒരു നാളും ഇടപെടാണ്ട് ഒരു നിസ്കാരവും ഇടപെടാണ്ട് എല്ലാ നിസ്കാരത്തിലും ഫസ്റ്റ് 2 റക്അത്തില് ഫാത്തിഹ ഓതിൽ പിന്നൊരു സൂറത്ത് ഓതില്ല. നിങ്ങളെ റായത്തില് ഒരു നാൾ ഒരു സൂറത്ത് ഓതി, പിന്നൊരു നാള് പിന്നൊരു സൂറത്ത്, മഗ്രിബുക്ക് വേറെ സൂറത്ത്, ഇശാത്തുക്ക് വേറെ സൂറത്ത്, ളുഹ്റുക്കും അസർക്കും അതേപോലെ സുബഹിക്കും എല്ലാ 2 റക്അത്തിലും സൂറത്ത് ഓതുകൊള്ളതല്ലേ.
അങ്ങനെ ആ ഇമാമദാ സൂറത്ത് ഓതിരത്ത് കാണ എടല്, ഫാത്തിഹ ഓതിര വേറെ ഒരു സൂറത്ത് ഓതിര കാണ എടല്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ചെല്ലുന്ന ആ സൂറത്ത് ഓതിറ എല്ലാ ജണ്ടറക്കായത്തിലും എല്ലാ 5 വക്ത നിസ്കാരത്തിലും ഫാത്തിഹത്തെയും സൂറത്തെയും എടല്, സൂറത്തെയും എടല് ഈ ഖുൽ ഹുവല്ലാഹു അഹദ് ചെല്ലുന്ന സൂറത്ത് ഒന്ന് എക്സ്ട്രാ ഓതുക തുടങ്ങിയിട്ട് അങ്ങനെ ഓതിയപ്പോ ആ റായത്തെ മുസ്ലിമിങ്ങ റായത്തെ സ്വാപത്രങ്ങ പോയിട്ട് ചെന്നറസ്താദേ അല്ലാന്റെ റസൂൽ അങ്ങനെ ഓതരുത് ഞങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങളെ എഷ്ടവും തോന്നി എന്ത് ചെയ്ത് എല്ലാ നിസ്കാരത്തിലും ഫാത്തിഹത്തെയും സൂറത്തെയും എടലൊരു ഖുൽ ഹുവല്ലാഹു അഹദ് ഇതെന്ത് സൊറ നിങ്ങളത് അല്ലാന്റെ റസൂൽ ആക്കാത്ത സൊറ നിങ്ങെന്തൊക്കെ ആക്കിടറുണ്ട് കേട്ടപ്പോ നാണത് അങ്ങനെ മേണ്ട് ചെന്നു വിട്ടു. പരിശുദ്ധ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട പോയിട്ട് ചെന്നറ് യാ റസൂലല്ലാഹ് ഞങ്ങളെ റായത്ത് ഖതീബായിട്ട് കടത്തിയ നിങ്ങൾ ആ സ്വഹാബി ഉണ്ടല്ലോ നബിയേ, അങ്ങ് സ്വഹാബി ഇത്ര നേരം നങ്ങാറും ആക്കാത്തത് നിങ്ങൾ ആക്കാത്തത് നിങ്ങൾ പഠിപ്പാട്ടത് എത്ര സൊറാക്കിക്കൊണ്ടുണ്ട് എന്തിനുണ്ട് കേട്ടപ്പോ എല്ലാ നിസ്കാരത്തിലും ഫട്ര ജൻറക്കാത്തില് ഫാത്തിഹത്തെയും സൂറത്തെയും ഇടല് ഖുൽ ഹുവല്ലാഹു അഹദ് ചെല്ലുന്ന സൂറത്ത് എക്സ്ട്രാ ഓതൊരു നബിയേണ്ട് ചെന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ എന്തും മിണ്ടില്ല. ബദൽക ആ സ്വഹാബത്ര വിളിപ്പാട്ടിട്ട് കേക്കിട് സ്വഹാബ ഇങ്ങളെ ആരോപ്പ സമമാ. ആ സമയത്ത് സ്വഹാബി ചെല്ലുണ്ട് വെക്കു നബിയെ നാണങ്ങനെ ഓതിയോണ്ടുള്ളത് എന്ത് സ്വഹാബ. ആ സമയത്ത് ആ സ്വഹാബി ചെല്ലുണ്ട് നബിയേ ഇന്നി ഉഹിബ്ബുഹാ യാ റസൂലല്ലാഹ്. അങ്ങ് സൂറത്തുൽ ഇഖ്ലാസ് ഇടൽ അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് ചെല്ലുന്ന സൂറത്തില് നിനക്ക് ബല്ലാത്ത പിറുസ നബിയേ, നിന്റെ സ്വന്തം ഇഷ്ടത്തിൽ ആ സൂറത്തിന് മേളിൽ മുഹബ്ബത്ത് കൊണ്ട് ഓതിയോണ്ടുള്ളത് നബിയേണ്ട് ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊല്ലട് ഹുബ്ബുക ഇയ്യാഹാ അദ്ഖലകൽ ജന്ന. സൂറത്തുൽ ഇഖ്ലാസിന്റെ മേളിൽ നിന്റെ പിറുസ പാടുണ്ടല്ലേ അത് നിന്റെ സ്വർഗത്തേക്ക് എത്ര പാട്ടുള്ള ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെന്നിട്ടുണ്ടെങ്കിൽ ആലോചനാക്കി നോക്കിയുള്ള ആ സൂറത്തുള്ള 3 വട്ട ഓതുന്നത്. പിന്നെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ആ 2 സൂറത്തുണ്ടല്ലേ അത് നിസ്കരിക്കുക പഠിപ്പാട്ട സൂറത്തല്ല, നോമ്പും ഹജ്ജും പഠിപ്പാട്ട സൂറത്തല്ല, ഇസ്ലാമിയുടെ ഇതര കർമ്മ പഠിപ്പാട്ട സൂറത്തല്ല. ബദലക അത് മന്ത്രിക്കട സൂറത്തുള്ള അത് മന്ത്രിക്കട സൂറത്ത്. ഭയഭക്തിയോട് കൂടെ അത് മന്ത്രിച്ചെത്തുണ്ട് കണ്ടെങ്കിൽ സിഹിർ ബാത്തിലാവുക അത് മൈലാ, ദാരിദ്ര്യം ഇല്ലാണ്ടാവുക അത് മൈലാ, ശൈത്താനുടെ ഉപദ്ര ഇല്ലാണ്ടാവുക ആ 2 സൂറത്ത് മൈലാ. ജാവുക വറങ്ങട സന്ദർഭത്തിൽ ബെടക്ക അതേപോലെ പേടിക്കട കിനാവ് കാണ്ടതുക്ക് ആജു 2 സൂറത്ത് മയേ. നിന്റെ മക്ക നിന്റെ പൊടി കിടാവ് ചലക്കെട്ടേക്കുണ്ടല്ലേ, പേടിച്ചിട ഞരിച്ചു പൂണ്ടേക്കുണ്ടല്ലേ ആ സൂറത്ത് ഓദ്യങ് മയ്യാവൂ. അത്രത്തോള പവിത്രത ഇന്നാ 2 സൂറത്ത് മോദർ ഓതിര ദ്വാരക്കട റബ്ബേ. ഇതിന് മിസ്ലി സവാബ് കൂലി സവാബ് നന്റെ ബാപ്പടയും ഉമ്മടയും ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയി ഞങ്ങളെ കബർക്ക് എത്തുമാട തമ്പുരാനെ ചെന്നിട്ട് ഖതീബ് ഉസ്താദ് ദ്വാരക്കും ആമീൻ ചൊല്ലുകു നിന്റെ മോണുള്ളണ അല്ലേ. ഒന്നാലോചനാക്കി നോക്കിയുള്ളൂ. ഞങ്ങളെ റായത്തെ പള്ളിയുടെ ഉള്ള അവസ്ഥ ചെന്നെങ്കിൽ സമയത്ത് അഭാവമുണ്ട് ചെമ്മ ദീർഘചലിൽ അതല്ല നീ പാട്ടറായത്തിൽ വേഗത്തിൽ ഞങ്ങളെ റായത്തെ പള്ളിയുടെ അവസ്ഥ നോക്കൂളാ. റായത്തിൽ 200 200 300 ഉണ്ട്. പള്ളി ചെറിയത് മയ്യാവത്തേക്ക് ബലിയിട്ട് കെട്ടിയിரு, അത് മയ്യാവത്തേക്ക് ಇನ್ನೊരു ഫ്ലോർ മേലൊന്ന് എക്സ്ട്രാ കൂട്ടിയിரு, കാട്ടിട്ടും ബേഡിട്ടും എവിടെയെല്ലാം വന്നിട്ട് എങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് റെഡിയാക്കിയിട്ട് പള്ളി ആ സപ്പ് ആ 1.5 2 സപ്പേ ഉള്ളേ പണ്ടത്തതുപോലെ. അതിലെന്ത് ചേഞ്ചസ് ആയിട്ടില്ല. ഞങ്ങളെ പാലക്കാട് പക്ക പള്ളിക്ക് പണ്ടപ്പോ ജുമാ തണ്ട് ഖുതുബല്ല കഴിഞ്ഞിട്ട് ഖദ് ഖാമത്തി സ്വലാത്ത് ചെന്നൽ പിന്നെ ഉസ്താദ് അല്ലാഹു അക്ബർ ചെന്നതും അല്ല പള്ളിക്ക് പത്തിയ പള്ളി റോഡി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ചെന്നിട്ട് ഒന്നാമത്തെ സലാം വീട്ടിലോട് കൂടെ ഓടിയ ഓട്ടം നോക്കൊണ്ട് എന്തിർത്തുക ഓടിയതുപോലെ ഭൂകമ്പായിത്ത അല്ല ഇസ്രായേലിലെ യഹൂദികളുടെ ശൈത്താന്മാര ബോംബ് മൊത്തം പൂന്താ ചെന്നിട്ട് ആ നമ്മത്തിൽ ഓട്ട ബാലക്കാർ അവിടെയും എളവണു മൂത്തോണു കുഞ്ഞബാവ ഉസ്താദ് ആറുണ്ട് എല്ലറെ പെരട്ടിക്കും മുതുക്കും തലക്കും ചവിട്ടിയിട്ട് എങ്ങനെ ഊന്നിട്ട് എങ്ങനെയൊന്ന് പള്ളിയുടെ ഓടറും
ഓടിയുടെ പണി യന്ത്രമാണോ അവന് ഓടിയ ഓട്ട കാണുമ്പോൾ എന്തിനും 1000 ഉണ്ട് കണ്ടും പേരിക്കോണം. ഓടിയിട്ട് അവൻ ഔത്തുക്കും എത്തിയിട്ടില്ല, പള്ളിയിലേതായാലും ഇല്ല, ഔത്തുക്ക് ഏതും എത്തിയിട്ടില്ല. നോക്കുമ്പോൾ റോഡ് സൈഡിലുള്ള ഈ ബൊഗ്ഗി നായല്ല ചുത്രല്ല അങ്ങനെ ചുറ്റി ഓണ്ടുള്ള ഔത്തുക്ക് ഇന്നും എത്തിയിട്ടില്ല. എന്തുകളെ ഓടിരണ്ട് കേട്ടെങ്കിൽ അവന് ഇകൊന്നില്ല എന്തുക്ക് ನಾನು ಓಡಿರೆಂಟ್. അങ്ങനത്തെ കുറേ ബാലക്കാര കൂട്ട ഈ കാറ് പോകുമ്പോഴത്തേക്ക് ബൈക്കെല്ലാം പോകുമ്പോൾ ബാലക്കാര ഗൊಂತನು ಡ್ರೈವಿಂಗ್ ಹಾಕಡಂಗೆ ಅಲ್ಲೇ പോകുമ്പോഴത്തേക്ക് ഈ ബൈക്കിടെ പിറകിൽ കുറേ നായി ഓടുപാട്ടി ഉണ്ട്. അതിൽ കുരച്ചിട്ട് ഓടുപാട്ടിറത് വരുമ്പോഴത്തേക്ക് കുറേ ആൾമാർ ആക്സിലേറ്റർ കൊടുക്കൽ പോയിട്ട് ഹോസ്പിറ്റലിൽ എത്ര പോയിട്ടോടും. അല്ല എവിടെയെങ്കിലും പോന്നിട്ട് സ്കിഡായിട്ട് ഈ നായിടെ പേടിച്ചിട്ട് എന്തോ ആക്കാണ്ട് നിങ്ങൾ ഒന്ന് ബ്രേക്ക് ഇട്ട് അടിച്ച് നീപ്പാട്ടി നോക്കുറോള. ബൈക്കായെങ്കിലും കാറായെങ്കിലും നായി കുരച്ചിട്ട് നിന്റെ റോഡ് സൈഡിൽ ഓടുപാട്ടിയും പണ്ടെടുക്കുന്നു ബ്രേക്ക് അടിച്ച് നീപ്പാട്ടി നോക്കുറോള. അത് അത്ര ആൾക്ക് പോണ്ട്. ಅದಕ್ಕೆ ಗೊಂತಿಲ್ಲ ನಾನು ಎಂದಕ್ಕೆ ಓಡುಪಾಟ್ರಿ ಉಂಟು ಓಣದು ಮುನ್ನದಕ್ಕೆ ಕಳ್ಳರಿഞ്ഞിട്ടೂ ಇಲ್ಲ ಅಡಿച്ചിട്ടೂ ಇಲ್ಲ. ಆದರೆ ಉಮ್ಮ ಮಕ್ಕಳು ಅದರೆ ಪೆಂಜೆ ಮಕ್ಕಳು ನಾಯಿಡೆ ಬೊಗ್ಗಿಗೂ ಬೊಗ್ಗರಗನ್ನು ಕಳ್ಳರಿഞ്ഞിട്ടു ಪತ್ರ ಕೊಂದು പോയിട്ടില്ല. ഏതോ എവിടുത്തെ നായി അതൊരു ഹാബിറ്റ്. അത് കടിക്കൊക്കും നിന്റെ കൊള്ളക്കും തിന്നൊക്കെ ಬಂದ್ರല്ലേ. ಅದಕ್ಕೆ ಗೊಂತಿಲ್ಲ ನಾ ಎಂದಕ್ಕಿದ್ರೆ പിറകിൽ ഓടുപാട്ടി എന്നത് ಅದಕ್ಕೆ ಗೊಂತಿല്ല. അങ്ങനത്തെ കുറേ ബാലക്കാർ മക്ക നിങ്ങൾ ബേജാറാക്കിയിട്ടുണ്ട് ചെല്ലതിൽ. നിങ്ങൾ ഇങ്ങനത്തെ പണിയാക്കണേ നിങ്ങളെ ചെന്നതാണ്. നിങ്ങൾ പണിയാക്കിയിട്ടില്ല നിങ്ങളെ ചെന്നരല്ല. എൻ്റെ ഒരു പള്ളിയിൽ ഒരു 5 നിമിഷം ಯಾರಲ್ಲ 5 ನಿಮಿಷ ಒಂದು ಯಾರ ಪಳ್ಳಿ ತೆಚ್ಚಂಗೆ ಎಂತೆಲ್ಲಪ್ಪ ഇത് ഏത് ജാഗ്യം കൊണ്ടാണ് നിങ്ങൾക്ക് നിന്റെ ലാസ്റ്റ് കൂക്കുമ്പോയിട്ട് അവിടേക്കൊന്ന് കാട്ടിട്ടായിട്ട് കൊമ്പോയിട്ട് നിന്റെ പുത്രേ ലാസ്റ്റ് നിന്റെ കൊമ്പോയിട്ട് കാട്ടുക്ക് മേനോട് കൊമ്പണ്ട ജാഗ്യ പള്ളി അപ്പ പള്ളി ചെല്ലിട്ട് പടച്ചറപ്പ് ഇണ്ടത്തോളെ കാള് ബൈക്കത്തെ ഈ ശപിക്കപ്പെട്ട മനുഷ്യരുടെ എന്ത് റബ്ബ് ഈ പള്ളിയിൽ പോയി തെയ്പ്പാട്ടി നന്റെ നെഞ്ഞത്തിൽ തെയ്പ്പാട്ടി കൊമ്പന്ന് എന്ത് കണ്ടി കേക്കട പള്ളി ഒന്നൂട്ടര കൊമ്പോയിട്ട് കബറുക്ക് ബൈക്കട സന്ദർഭമുള്ള കബറുക്ക് റബ്ബ ഈ ശപിക്കപ്പെട്ട മനുഷ്യരുടെ നന്റെ പള്ളിക്ക് എന്തെങ്കിലും നിറച്ച് തന്നോണ്ടുള്ള റബ്ബ ചെന്നിട്ട് കബർ കിട്ടിയ പരത്ത് കതിര പണിയാക്കണത്. നീ എവിടെ ഓടിങ്ങി എത്ര ഓടുകളാ നീ? അമേരിക്കത്താ, ഇംഗ്ലണ്ടാ, ലണ്ടൻകാ, ഈജിപ്തുകാ, സുഡാനുകാ, നൈജീരിയത്തുകാ, ബോസ്നിയത്തുകാ, ചച്ചിനിയത്തുകാ, എവിടേക്ക് വേണം ഓടി 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 ഓടിയുടെ സൈക്കിളുടെയും അതേപോലെ ബൈക്കറുടെ ടയർ നീങ്ങിയതുപോലെ എവിടെ തിരിയൊക്കെ തുടങ്ങിയത് അവിടേക്ക് വന്നിട്ട് എത്ര തിരിഞ്ഞ് ലാസ്റ്റ് മണ്ണിടെ വന്നോണ്ട് മണ്ണിക്ക് പോയിട്ട് എത്ര ഓടിയെങ്കിൽ കബർ കൊടുത്തോളാം. എത്ര ഓടിയെങ്കിലും കബർസ്ഥാനത്തോടത്തോളമേ ഓടുക. അതിലൊക്കെ അപ്പുറത്ത് ഓടുക. ഇങ്ങനെ ഇക്കടെ ജീവനത്തിൽ എന്തേ നമുക്ക് നല്ല എങ്ക് ബേജാറാക്കിരണ്ട പാലക്കാർ നല്ല എങ്ക് എന്തേ നമുക്ക് സ്വാലിഹ്യങ്ങളായെങ്കിൽ എന്തേ. ഇപ്പൊ കണ്ടില്ല കുറെ പാർട്ടി കുറെ പങ്കട കൈ ഇങ്ങനെ കെട്ടത് കെട്ടാത്തത് കുറേ കണ്ട് ചെന്നെങ്കിൽ ബേജാറാവും നിങ്ങൾക്ക് ചിലപ്പോൾ അല്ലേ. റെഡിമെയ്ഡ് താടിയും ഉപയോഗിച്ചിട്ട് അതും ശിർക്ക് ഇതും ശിർക്ക് അവർക്ക് ശിർക്കും പിരിക്കൊണ്ടത് തീരോക്കില്ല. അങ്ങനത്തെ കുറേ ജന്മം കെട്ടവർ കുറേ അവർക്കുണ്ട്. അള്ളാഹ് കാത്ത് സലാമത്തിലാക്കുമാറാട്ട്. റബ്ബ് കാത്ത് സലാമത്തിലാക്കുമാറാവട്ട്. ഈമാന് നഷ്ടപ്പെട്ട കൊരിയവർക്ക ഞങ്ങളെ പാലക്കാതിരെ പിറകിൽ പോയിരണ്ട. ಅದಕ್ಕೆ ചെന്ന ആലിമ്യങ്ങളെ സഹവാസ ബൈക്കുള്ള ദീന് ചെല്ലണായത് ആലിമ്യങ്ങൾ അത് അനുസരണാക്കണായത് ഞങ്ങളെ പാലക്കാർ. ഇപ്പം റെഡിമെയ്ഡ് പാലക്കാർ വന്നൊരു ദീന് ചെല്ലടെ മൗലിദ് ശിർക്ക് അത് ശിർക്ക് ഇത് ശിർക്ക് അതെല്ലാം ചൊല്ല പോയിട്ടുണ്ട് കണ്ടെങ്കിൽ അവണിക്ക ഈ ദുനിയാൾ എന്താക്കാ. നിങ്ങൾ ഹജ്ജ് അല്ലേ ഹജ്ജിലെ സീസൺ ഞങ്ങളെ ആർമ ചെന്ന ഉമ്മ ബാപ്പ ഹജ്ജ് പോയിട്ട് ഞങ്ങളെ പ്രസിഡന്റല്ലേ ഉമ്മ ബാപ്പ അള്ളാഹുവെ അങ്കും ഞങ്ങളെ കൂടെ പോയ ആൾമാർക്ക് ഈ റായത്തിൽ ഞങ്ങളെ ബന്ധുമിത്രാദിമാരെ കൂട്ടത്തിൽ ആറല്ല ഹജ്ജുകളിലെ പോയിട്ടുള്ളവർ പടച്ചറബെ നീ അത് മക്ബൂലായ ഹജ്ജാക്ക റബ്ബെ മബൂറായ ഹജ്ജാക്ക റബ്ബെ അള്ളാഹുവെ ആരോഗ്യത്തിൽ തിരിച്ചു വർഗം പിന്നെയും പോയോണ്ടിരിക്കുന്ന തൗഫീക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ താറബ്ബെ. ഹയാത്ത് കാലത്തിൽ പുണ്യ ഹബീബിടെ കാണുക ഇല്ലാണ്ട് കണ്ടെങ്കിലും ആ റൗലാ ഷരീഫ് പുണ്യ ഹബീബ് കിടന്നുറങ്ങിയോണ്ടുള്ള സ്വർഗ്ഗഭൂമിയുടെ നിങ്ങൾക്ക് നീ കാട്ടിത്താ തമ്പൂരാനെ. കുറേ ആൾമാരുള്ളവർ അല്ലേ ഒന്ന് ആലോചനാക്കിയുള്ള ഹജ്ജ് എന്തൊരു ഹജ്ജ് ഞാൻ ദീർഘല ചൊല്ല പോണ്ടില്ല. ഹജ്ജ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കട ഹജ്ജ് അത് കഅബാലയത്തെ കണ്ടവർക്ക് ഫസ്റ്റ് കഅബാലയത്തെ പള്ളിക്ക് അഥവാ മക്കത്തെ പള്ളിക്ക് പോയവണു തഹിയത്ത് നിസ്കാരം ഇല്ല ബദൽഗവണു തവാഫായിട്ട് കിടവുണ്ട തഹിയത്ത് തവാഫ് കഴിഞ്ഞാൽ പിന്നെ ഒരു മുസൽമാനായ ആക്കണായ ആളെ ജണ്ടറക്കാത്ത തവാഫുടെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കണായത് എവിടെയാ നിസ്കരിക്കണായത് ഏറ്റവും നല്ല ജാഗ ഹജറുള്ള സുദ്ര ജാഗിയല്ലേ. ഹജറുള്ള സുദ്രയും അതേപോലെ കഅബത്തെ ബാബുള്ള ഡോറുള്ള അതിരെ ഇടലിന്ന് മുൽത്തസം ചില ജാഗിയല്ലേ. ഹജ്ജ് അതേപോലെ കഅബാലയത്തെ പാതി കെട്ടിട്ടുള്ള ചന്ദ്രാകാരത്തിലുള്ള ഹിജ്ർ ഇസ്മായിലല്ലേ. അതെല്ലാം നല്ല ജാഗ കഅബയുടെ മുട്ടല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചെന്നോണ്ടുള്ള വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ واتخذوا من مقام إبراهيم مصلى ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം
കേട്ടുള്ളൊരു മുസ്ലിമിങ്ങളെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്റെ കള്ളുടെ നിങ്ങ മുസല്ലാക്കറോ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്റെ കള്ളുടെ പിറകളിൽ നിസ്കരിക്കറോ. അല്ല ചെന്നോണ്ടുള്ള കാബയുടെ മുട്ട അല്ല, ഹജറുള്ള സുദര മുട്ട അല്ല, കാബത്തെ ഉൾഗത്തുള്ള ഹിജിർ ഇസ്മായിലുടെ മുട്ട അല്ല. ബദലക്ക് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാളിൽ ചവിട്ടി വെച്ച കള്ള്, അർത്ഥാക്കള് കയ്യിൽ തൊട്ട കള്ള് ഉണ്ടല്ല, കള്ളല്ലത് മുത്തിയ കള്ളല്ലാതെ, അറുകി പിടിച്ച കള്ളല്ലാതെ, ബദലക്ക് തലങ്ങണാക്കിടെ കിടന്ന കള്ളല്ലാതെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാളുടെ അടുക്കി വെച്ചൊരു ചവിട്ടിയ കല്ലുകളോ അതിരെ പിറകിൽ നിസ്കരിക്കൊരു മുസ്ലിമേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെല്ലടാ. അതേപോലെ ആ നിസ്കാര കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട സുന്നത്ത് എന്തുണ്ട് തെരിയോടാ. സംസം തന്നെ കുടിക്കടതായിട്ട് കിട ഹറമക്ക് പോയോണു ഈ നിസ്കാര കലടെ കാണാൻ മുന്നളല്ല സംസം കുടിക്കണായത്. തവാഫിടെ ജണ്ടക്കാത് നിസ്കാര കഴിഞ്ഞാൽ പിന്നെ ബയറുന്നോറോടി സംസം തന്നെ കുടിക്കണം. മാ ഉ സംസം ലിമാ ശുരിബ ലഹു. അല്ലാഹുവിന്റെ റസൂൽ ചെല്ലുടെ സംസം തന്നെ നീ എന്ത് ഉദ്ദേശ പേജർ കുടിച്ചോണ്ടുള്ള ആ ഉദ്ദേശത്തെ പടച്ചറപ്പ് പൂർത്തിയാക്കാട്ടിക്കില്ലാണ്ട് ചെന്നിട്ടിക്കുമ്പൊത്തുകും. സംസം തണ്ണി എന്തല്ല ഞങ്ങളെ റായത്തിൽ എന്നത് പലതേ കളറുടെ തണ്ണില ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നോക്കുക പോയെങ്കിൽ പ്രഥമ ദൃഷ്ടിയിൽ അങ്ങനമേ കണ്ടത്. ഒരു കളർ വ്യത്യാസം ഇല്ല, ഒരു ദപ്പയാറ ഇല്ല, മന്ത ഇല്ല, തെളുപ്പിയാറില്ല, ഒരുപോലെ ഉള്ളത് ആ എങ്ക വ്യത്യാസമാ. അത് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കുടിച്ച തണ്ണി ഉണ്ടല്ല, അതൊക്കെ ചരിത്ര പേരുള്ളത്. ഇബ്രാഹിം നബി ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഖ കൽകിയ തണ്ണി ഉണ്ടല്ല, അതൊക്കെ പേരുള്ളത് ബദലുക. അതാ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ കടക്കാളിട്ടിട്ട് ഭൂമിയുടെ വരസിയപ്പോ പൊട്ടിത്തെറിച്ച തണ്ണിളാ. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമുടെ കാള് കൽകിയ തണ്ണിളാ സംസം തണ്ണി. ಅದಕ್ಕೆ ಪ್ರತಿಯೊಬ್ಬರು ಮುಸಲ್ಮಾನ ದುನಿಯಾವುಳಿನ ಸಕಲಮಾನ ಪಂಗಡತವನು ಅದಕ್ಕೆ ಮಹತ್ವ ಕೊಡುಕೊಡ. ಇದು ಹಜ್ಜಿ ഉണ്ട് ചെന്നെങ്കിൽ മിനാത്ത ചരിത്രം നോക്കിയുള്ളറോ മുസ്ദലിഫത്തെയും അതേപോലെ സഫത്തെയും മർവത്തെല്ല ചരിത്രമുള്ള നോക്കി അതിരെ പിറകുള്ളത് അല്ലാഹുടെ ഔലിയാക്കന്മാർ അംബിയാക്കന്മാർ. നിങ്ങൾ നോക്കിയുള്ളവർ അൽ ഹജ്ജു അറഫാണ്ട് ചെന്നത് പോലെ ദുൽ ഹജ്ജ് വലിമ്പടണ്ട് ദുനിയാവിൽ ഇന്ന സകൽമാന മുസൽമാൻ സുന്നത്ത് നോമ്പ് പിടിക്കുമ്പോ തുകതാ അറഫത്തിൽ ഇന്നവണക്ക് സുന്നത്ത് നോമ്പില്ലടാ. അറഫത്തണ്ട് ലുഹുർ നിസ്കാരത്തെ സന്ദർഭത്തിലത് ആജാഗിക അറഫത്ത് എത്തണോ. ലുഹുറിൽ പിന്നെ മോന്തിയ അവിടെ ഇവിടത്തോളം അറഫത്തിൽ നിൽക്കണം. സകലമാന ഹജ്ജാജുമാർ ലക്ഷകട്ടല ഹജ്ജാജുമാർ അറഫത്ത് കേന്ദ്രമുള്ള പ്രത്യേകത ഉള്ളത്. അതിന്റെ ചരിത്രം എടുത്തൊക്കെ നോക്കുക പോയെങ്കിൽ യുദ്ധം നടന്ന ജാഗയല്ലത്, വേറെന്തെങ്കിലും നിധിയുള്ള ജാഗയല്ലത്, അല്ലെങ്കിൽ നല്ല സമ്പുള്ള ജാഗയല്ലത്. ബദൽക്ക് ഞങ്ങളെ ഉമ്മയും ബാപ്പയും പരസ്പര സേരിയ ജാഗയത്, ഭേട്ടിയായ ജാഗയത് അത്രമേ ഉള്ളതൊക്കെ പവർ ആയങ്ക. അവിടെ ദ്വാരം നിങ്ങൾ പടച്ചറബ് ദുൽ ഹജ്ജ് വരുമ്പടേണ്ട ദ്വാരം നിങ്ങൾ അല്ലാഹു ദ്വാരത്തെ റിജക്ട് ആക്കില്ല. ദുൽ ഹജ്ജ് വരുമ്പടേണ്ട അവിടെ ദച്ചെങ്കിൽ ഉള്ള ഇടി ഹജ്ജിനെ പ്രതി ഇവിടെ തുടങ്ങിടമേ അവിടെ നിന്നിട്ട് അറഫത്തിൽ നിൽക്കാത്തവണക്ക് ഹജ്ജില്ലടാ, അറഫത്തേക്ക് പോവാത്തവണക്ക് ഹജ്ജില്ലടാ. ഇതെല്ലാം നാ ചൊന്നോടുള്ള പരിശുദ്ധ സുന്നത്ത് ജമാഅത്ത് ചെന്നെങ്കിൽ ഇതായിട്ടിക്കട് അല്ലാഹുടെ ദീനുടെ ഒറിജിനാലിറ്റി ആയിട്ടിക്കട്. ഇത് നിന്റെ മക്കൾക്ക് പഠിപ്പാട്ടി കൊടുക്കണോ. ഇണ്ട് ഞങ്ങളെ റായത്തിൽ ഔത്തുൽ കാണ്ടില്ല പരിശുദ്ധ ഖുർആൻ ഓതുന്ന അകയത്ര ഉണ്ടു. മഗ്രിബിന്റെ ടൈമിൽ ഖുർആനുടെ ശബ്ദ കേക്കട അകയത്ര ഉണ്ട് ഞങ്ങളെ റായത്തില്. ഒന്ന് ആലോചനാക്കി നോക്കറോളാ. ഒന്ന് ബദലാവള, ഒന്ന് ബദലാവാ. മരിച്ചെങ്കത് ആരക്കട പോലോത്ത മക്ക നിങ്ങൾക്കുണ്ടാവട്ടോ അല്ലേ. എന്നാ ചിന്തല്ല നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാ. ഞങ്ങളെ മക്ക ഞങ്ങൾ മരിച്ചെങ്കിൽ ഞങ്ങളെ മക്ക നിങ്ങൾക്ക് ഒരുപാട് കുറുച്ചളുടെ ധൈര്യം ഉണ്ടടാ. ഇല്ലെങ്കിൽ ഇണ്ടിൽ പിന്നെ പ്രയത്നാക്കണോ. ഞങ്ങളെ മക്ക ഞങ്ങൾക്ക് മരിച്ചാൽ പിന്നെ അത് വാരക്കണോ. ഏത് ഉസ്താദിനെ കണ്ടപ്പം ഉസ്താദേ നിന്റെ ബാപ്പ മരിച്ചൊരു ഉസ്താദേ ദ്വാരക്കൊറോ, ഉമ്മ മരിച്ചൊരു ഉസ്താദേ ദ്വാരക്കൊറോ. ഇൽമയുടെ സ്വർഗീയ മജ്ലിസിക്ക് എത്തിയപ്പോ ഉസ്താദേ ദ്വാരക്കൊറോ നിന്റെ ഉമ്മക്ക് ബാപ്പക്ക് വേണായിട്ട്. അതേപോലെ ഒരു വാർത്തകോ നിങ്ങൾക്ക് അതേപോലെ ഇവിടെ ബദർ മൗലിദ് നടക്കട്. ചന്ദ്ര പ്രസിഡന്റ് ചെല്ലട് ബദർ മൗലിദ് നടക്കട്. ഞങ്ങളുടെ റായത്തെ ദാരിദ്ര്യം ഇല്ലാണ്ടാവുകോ, മുസീബത്തില്ലാണ്ടാവുകോ, സിഹിറും കഷ്ടപ്പാടും ഇല്ലാണ്ടാവുകോ, ബദരീങ്ങളെ സഹായം ഉണ്ടാവുക വേണമായിട്ട് ബദർ മൗലിദ് സന്ദർഭത്തില് നിന്റെ മോണ് ബദർ മൗലിദ് സദസ്സുക്ക് എത്ര ക്രമം ഉണ്ടാ.
നിന്റെ മോണ ബദ്ർ മൗലിദിന്റെ സദസ്സിക്ക് എത്ര ക്രമമുണ്ടല്ല. അത് ഉണ്ടാക്കിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ബദ്രീങ്ങളെ സഹായം ഉണ്ടാവുക. ബദ്രീങ്ങ 6 കിടങ്ങ് ഖുർആൻ ചൊന്നോണ്ടുണ്ടങ്ങ മരിച്ചിട്ടില്ല. അങ്ങ് മരിച്ചിരണ്ട് ചൊല്ലുകും തീറാ, അങ്ങ് മരിച്ചിരണ്ട് ബേരിക്കും തീറാ. വലാ തഖൂലു ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ ധർമ്മയുദ്ധത്തിൽ ഷഹീദായങ്ങളെ മരിച്ചിടറുണ്ട് ചെല്ലുകു തീറാ ഒരു ഭാഗത്തിൽ. ഇന്നൊരു ജാഗൾ വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി. അല്ലാഹുവിന്റെ ധർമ്മയുദ്ധത്തിൽ കൊല്ലപ്പെട്ടങ്ങളെ മരിച്ചിരണ്ട് ബേരിക്കുകേ തീറങ്ങ ഹയാത്തുള്ളർ. വഅൻതും ലാ തശ്ഉറൂൻ ബൽ അഹ്യാഉൻ അൻതും ലാ തശ്ഉറൂൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. വേറെ വേറെ രൂപത്തിൽ പടച്ചറബ് ചൊല്ല ഹയാത്തുള്ളർ. ഹയാത്തിൻ്റെ ബദ്രീങ്ങളെ സാന്നിധ്യമുള്ള മജ്ലിസായിട്ടിക്കട അവിടെ പോയിട്ട് ഉസ്താദേ പടച്ചറപ്പട പള്ളിക്ക് വേണ്ട എൻ്റെ ഒരു 100 രൂപ, മദ്രസക്ക് വേണ്ട എൻ്റെ ഒരു 100 രൂപ, ബദ്രീങ്ങളെ പേര് എൻ്റെ ഒരു 100 രൂപ, സീരണ്ടിയുടെ വ്യവസ്ഥ നണ്ടര് ഇതിൽ കൂലി ഉമ്മക്ക് കിട്ടുകുതുവാരെ കുറുസ്താരേ, ബാബക്ക് കിട്ടുകുതുവാരെ കുറുസ്താരേ. നീ ലക്ഷക്കട്ടലെ ചെലവാക്കിട് അക കെട്ടിര ജാഗയും വ്യവസ്ഥയും നിന്റെ മക്കുണ്ടാക്കിട. ആ മക്കൊരു തിങ്ങളൊരു 100 രൂപ 200 രൂപ ബദ്ർ മൗലിദ് നടക്കുന്ന സന്ദർഭത്തില് പള്ളിയുടെ അകത്യത്തിക്ക് കേട്ടപ്പോ, ദർസർ അകത്യത്തിക്ക് കേട്ടപ്പോ, ഇൽമയുടെ അകത്യത്തിക്ക് കേട്ടപ്പോ നിന്റെ മോണ് കൊടുത്തില്ലെങ്കിൽ എന്തുകളാ? അങ്ങത്തെ മക്കളെ കൊണ്ട് നീന ഖബറിൽ കിടന്നാൽ പിന്നെ എന്ത് ഉപകാരളാ? നാളെ ആഖിറത്തിക്ക് എന്ത് ഉപകാരളാ? അതുകൊണ്ടിട്ട് ചെമ്മാൾമാർ വാളുകളിൽ പോയ ജാകളില്ല ചിലയുടെ ക്രമമുണ്ട്. ഉസ്താദേ ദുആരക്കൊരു ഉമ്മക, ദുആരക്കൊരു ബാപ്പക. ഇണ്ട് നന്റെ പിരിസത്തെ മുസ്ലിമിങ്ങള് ഇണ്ട് നാണ് ഉച്ചകൊരു മയ്യത്ത് നോക്കുക പോയ ചെമ്മ വർഷ കുതിരോളിൽ ഖതീബായിട്ടിന്നവണെന്നാണ്. ആ റായത്തിൽ ഹുസൈൻ ഹാജി ചിലടൊരു മനുഷ്യന്ത് പള്ളിക്ക് വേണായ രൂപത്തിൽ സാക്കാറാക്കട നല്ലൊരു വ്യക്തിത്വമായിട്ടിന്ത്. അതേപോലെ ഇമ്രാൻ, അതേപോലെ നവാസ് ചിലരുടെ പാലക്കാർ ഇതുപോലത്തെ മക്ക ഉള്ളറ് പള്ളിക്ക് വേണായ രൂപത്തിൽ സഹക്കാറാക്കട പോലത്തെ നല്ല മക്കള്, ബാപ്പട വല്ലാട്ട് പിരിസഭയ്ക്കട പോലത്തെ മക്കള്. ആ ഹുസൈൻ ഹാജി ചെള്ള നല്ല മനുഷ്യന്റെ മൗത്ത് ഈ പോയത് മയ്യത്ത് നോക്കുക പോയിട്ട് യാസീൻ ഓതിട്ട് ദ്വാരം എന്നിട്ട് പുറത്ത് വന്നപ്പോ മക്ക ചിലരുടെ ഉസ്താദേ ദ്വാരക്കൊറോ യതീം ഖാനക്ക് എവിടെങ്ങി നിങ്ങൾ കൊടുക്കുക നിങ്ങൾ തയ്യാറുള്ള ഉസ്താദേ, പടച്ചറബ് പൊരുത്തപ്പെട്ട രൂപത്തിൽ ദീനക്ക് കൊടുക്കുക തയ്യാറുള്ള ഉസ്താദേ, ബാപ്പക്ക് ദ്വാരക്കൊറു ഉസ്താദേ, ബാപ്പക്ക് ദ്വാരക്കൊറു ഉസ്താദേ. നിങ്ങളെ ചങ്ങായിമാരല്ല എല്ലാ പള്ളിയിലും വെള്ളിയാസരുണ്ട്. ജുമാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ മയ്യത്ത് നിസ്കരിക്കുക ചൊല്ലൊരു ഉസ്താദേ. മക്കളെ ബായില് പറഞ്ഞായ പളക്ക അതിലാ അല്ലാഹുവേ ആ ഹുസൈൻ ഹാജിക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കു അല്ലാ. ആ നല്ല മനുഷ്യ കിടക്കട ഖബർ വിശാലമാക്കുക അല്ലാ. മക്കളെ സ്വതക്കത്തെയും മക്കളെ ദുആത്തെയും പ്രതിഫല കൊണ്ടിട്ട് ആ ബാപ്പക്ക് നീ അല്ലാഹുവേ സ്വർഗത്തെ സകലമാന സന്തോള കൊടുക്കു അല്ലാ. നഷ്ടപ്പെട്ടു പോയ ബാപ്പട നീ സ്വർഗത്തിൽ ആ ബാപ്പക്കും ഉമ്മക്കും കുടുംബത്തിനും നീ തിരിച്ചു കൊടുക്കു അല്ലാ. മക്കളെ എല്ലാ വ്യവഹാരത്തിൽ ബർക്കത്ത് ചൊരിച്ചു കൊടുക്കു റബ്ബേ. ചെന്നോണ്ടുള്ളത് പിറസത്തെ മുസ്ലിമീങ്ങള് അങ്ങനെ ഞങ്ങളെ മക്ക 6 കണ്ടെങ്കും ഏത് ഉസ്താദുമാറ് കണ്ടെങ്കും ബഹുമാനപ്പെട്ട തങ്ങന്മാരെ കണ്ടപ്പുറത്തേക്ക് ബാപ്പക്ക് ദുആരക്കൊറോ ഉമ്മക്ക് ദുആരക്കൊറോ. അങ്ങനെ ചിലരുടെ മക്ക ആവണോ ഞങ്ങളെ മക്ക? ഞങ്ങളെ മക്കളെ ഞങ്ങൾ അങ്ങനെ ആക്കിയിട്ടുള്ളമാ ഒന്ന് ആലോചനാക്കി നോക്കൂടാ. പളക്കത്തേക്ക് വിറാമാക്കട അൽഹംദുലില്ലാഹ് KFC ചെളുടെ സുന്ദരമായ സംഘടനയുടെ പാലക്കാർ അതിസുന്ദരമായ മദ്രസ കെട്ടി നിങ്ങൾക്ക് ലോകാർപ്പണാക്കി തന്നത്. ഇന്ന് അത് നിങ്ങളെ മേൽ നിങ്ങളെ ഒട്ടിಗೆ തന്നെ വാഗ്ദാനായിട്ടിക്കട്, നിങ്ങൾക്ക് തന്നെ വാഗ്ദാനായിട്ടിക്കട്. ಅದರ സംരക്ഷണാക്കണ ഹക്ക് ഈ റായത്ത് സുന്ദരമായ ഈ റായത്ത് ആളുമാർക്കുള്ളത്. നിന്റെ മക്ക 10ാം ക്ലാസ്സോളം പഠിക്കട്ടെ. നിന്റെ മക്ക മയ്യത്ത് നിസ്കാരവും കഫനും ദഫനും എല്ലാ കാര്യവും പഠിക്കട്ടെ. നീന് മരിച്ചാൽ പിന്നെ നിനക്ക് ദ്വാരക്കട മക്കാവട്ടു ബാലക്കാറാ. ഒന്ന് മാത്രം നനപ്പാക്കട്ട, നിക്ക് ജന്മ തന്നെ ബാപ്പ ഉണ്ടല്ലേ അದ್ರ കണ്ണിടെ തന്നിളി പാട്ടുണ്ടലാ. പിരിസത്തെ സഹോദരി നിക്ക് ജന്മ തന്നെ ഉമ്മ ഉണ്ടല്ലേ അದ್ರ കണ്ണിടെ തന്നിളി പാട്ടിരണ്ട.
നിന്റെ ദൃഷ്ടിയിൽ നിന്റെ ഉമ്മയുടെയും ബാപ്പയുടെയും കണ്ണിട തണ്ണി ഒഴുകുടേണ്ട് കണ്ടെങ്കിൽ അത് കണ്ണിട തണ്ണിയല്ല, ബദലക്ക് കണ്ണിൽ പണ്ട ചോരയായിട്ടിക്കോ, നിന്റെ നരകത്തെ തീയായിട്ടിക്കോ. അത് ഉമ്മ കളിയല്ല, ബാപ്പ കളിയല്ല, അതൊരു തമാശയല്ലടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെലട് 3 വസ്തു നോക്കുടതേ ഇബാദത്ത്, 3 വസ്തു നോക്കുടതേ ഇബാദത്ത്. ഒന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ഖുർആൻ. ഓതുക പണ്ടില്ലേ തപ്പ് ഓതിന് നീ ശപിക്കപ്പെട്ടവനാവണ്ട. ഓതുക പണ്ടില്ലെങ്കിൽ ഖുർആൻ ഓതണ്ടലാ. ബദലുക വെള്ളിയാസനുണ്ട് സൂറത്തുൽ കഹ്ഫ് ഓതുക വരാത്ത വയസ്സന്മാരുള്ളവരുണ്ട് കണ്ടിങ്ങ ചെന്നോണ്ടുള്ളത്. ഓതുക പണ്ടില്ലേ ബേജാറാവണ്ട. ബദലുക അല്ലാഹുടെ കലാമായിട്ട് കിടിത് ചെൽഡാനീയത്തോടുകൂടെ ഓരോരോ ഹർഫും ഓരോരോ ലൈനും ഓരോരോ പേജും അങ്ങനെ നോക്കിയോണ്ട് പോളാ. ഖുർആൻ നോക്കുന്നത് ഇബാദത്ത് മോണേ. യാസീൻ ബായി പാട്ട ഉണ്ടുകൊണ്ട് പേരിച്ചോ. നീന് നോക്കാണ്ട് ഓദ്യങ്ക് ഓദ്യ കൂലി മാത്രം ഉള്ളത്, നോക്കിയിട്ട് ഓദ്യങ്ക് ജണ്ട് കൂലി ഉണ്ട്. നോക്കിയതും ഓദ്യതും ജണ്ട് കൂലി റബ്ബ് താല തണ്ട. ചുരുക്കത്തിൽ പരിശുദ്ധ ഖുർആൻ ഓതുന്നത് നോക്കുന്നത് ഇബാദത്ത്. രണ്ടാമത്തത് മക്കത്തെ കഅബാലയുണ്ടല്ലോ, ഏതൊരു മനുഷ്യരും കൽബ് പടക്കിട് റബ്ബെ അതൊന്ന് കാണണോ ചെന്നിട്ട് ആ കഅബാലയത്തെ നീന് ബെറുതകും തെച്ചിട്ട് ഹറമുള് തെച്ചിട്ട് കഅബത്ത് ഇങ്ങനെ നേരെ ബെറുതകും തെച്ചിട്ട് നോക്കുന്നതും ഇബാദത്ത്. മൂന്നാമത്തേതാ അല്ലാഹുവിന്റെ റസൂല് ചെല്ലട് നിക്ക് ജന്മ തന്നെ ഉമ്മ ബാപ്പ ഉണ്ടല്ലേ, അങ്ങളെയും മുഖ നോക്കണത് ഇബാദത്ത് മോണേ. ഉമ്മടെ മുഖ കാണൊക്കെ ഇഷ്ടപ്പെടാത്ത മക്ക ഉള്ളറ്, ബാപ്പടെ കണ്ടപുറത്ത് കരസ പണ്ട മക്ക ഉള്ളറ്. ഇതലാ ചെമ്മപാലക്കാറുള്ള എന്തലാ നിന്റെ ബാപ്പട വീട്ടേക്ക് നീ സമയില്ലാണ്ട് കേട്ടപ്പോ ബാപ്പ ജാഗ്യബോധിയാക്കിത്ത് മോണ് മൂത്തോണ് കയ്യാറ കൊടുത്തറോ, ശരിയോണ് കയ്യാറ കൊടുത്തറോ. മോള് ഉമ്മടല് സരിയില്ല എന്തടി മോൾ നന്റെ ഇളവുളലും ഉമ്മ അങ്ങനെ ബംഗാറവുളുക്ക് കൊടുത്തറോ, അല്ലെങ്കിൽ അവളിലെ ആറെ പിരസ കാട്ടറ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ചെന്നിട്ടായിട്ട് ഉമ്മടല് മോള് കരസ ഉള്ളര്, ഉമ്മടല് മോണ് കരസ ഉള്ളര്, ബാപ്പടല് മക്ക കരസ ഉള്ളര്. ഇതലാ ഉമ്മ ബാപ്പ നിന്റെ സ്വർഗളാ. നിന്റെ സ്വർഗം നിന്റെ നിസ്കാരത്തിലുണ്ട് പേരിച്ച്, നിന്റെ സ്വർഗം നിന്റെ നോമ്പുളും ഹജ്ജുലും സക്കാത്തുലും ഹജറുള്ള സദഖകളിലുണ്ട് പേരിച്ച്. അല്ല മോണേ, നിസ്കാരത്തെ കെട്ടുപിടിച്ചോണ്ടു നോമ്പുടെയും ഹജ്ജയുടെയും സക്കാത്തിനെയും കെട്ടുപിടിച്ചോണ്ടു സ്വർഗത്തേക്ക് പോകാവില്ലടാ. റബ്ബേനാണ് ബേണായത്ര നിസ്കരിച്ച ഖുർആൻ ഓതിയ ദിക്ർ തസ്ബീഹ് ചെന്ന് ഹജ്ജിക്ക് പോയ ബേണായത്ര സക്കാത്തല്ല കൊടുത്ത തമ്പുരാന് സ്വർഗത്തേക്ക് നിന്റെ കടത്ത് റബ്ബേണ്ട് ചെല്ലും പോലെ ഇല്ലടാ. സ്വർഗത്തേക്ക് പോണ്ടത് നിന്റെ നിസ്കാര നോമ്പ് ഹജ്ജ് നോക്കിയിട്ടല്ലടാ. സ്വർഗത്തേക്ക് പോണ്ടത് റബ്ബുടെ റഹ്മത്ത് കൊണ്ട് മാത്രം. അള്ളാഹുടെ കാരുണ്യം ഇല്ലാണ്ട് സ്വർഗത്തേക്ക് പോകാവില്ല. അള്ളാഹുടെ കാരുണ്യമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെലട് അള്ളാഹുടെ കിർഫ ഉമ്മ ബാപ്പയുടെ കിർഫത്തെ മേള്, അള്ളാഹുടെ അറുസ ഉമ്മടെയും ബാപ്പടെയും അറുസത്തെ മേള്. നിന്റെ ഉമ്മയും ബാപ്പയും നിന്റെ കരുണലും പിറുസത്തിലും ചന്തത്തിലും ഉള്ളറാ. പടച്ചറപ്പടെ കാരുണ്യം നിക്കുണ്ടാവട്. ഉമ്മയും ബാപ്പയും നിന്റെ വിഷയത്തിൽ ബേജാറിലുള്ളറാ. അള്ളാഹുടെ അറുസ നിന്റെ മേലുണ്ടാവട്. അങ്ങനെ സ്വർഗത്തേക്ക് പോണ്ടതിലെ താക്കോള് നിന്റെ ഉമ്മ, ഡോറ് നിന്റെ ബാപ്പ. താക്കോളും എടുത്തിട്ട് ഡോർ ഓപ്പൺ ആക്കാണ്ട് സ്വർഗത്തേക്ക് പോകാവില്ല. സ്വർഗത്തേക്ക് പോയാൽ പിന്നെ ആയിട്ട് കിട നിസ്കാര ഫല പിടിക്കരുത്. സ്വർഗത്തേക്ക് പോയാൽ പിന്നെ ആയിട്ട് കിട നിന്റെ നോമ്പും ഹജ്ജും സക്കാത്തും ദിക്റും തസ്ബീഹും സ്വലാത്തും ഫലത്തേക്ക് പിടിക്കരുത്. സ്വർഗത്തേക്ക് പോയാൽ പിന്നെ അതിന്റെ ബെനിഫിറ്റ് പടച്ചറബ് ധാരാളത്തണ്ട പോകണ. ഉമ്മടെ ആശീർവാദം ഇല്ലാണ്ട് ബാപ്പയുടെ പുറത്ത് ഇല്ലാണ്ട് സ്വർഗത്തേക്ക് പോകാവില്ല. ബാലക്കാർ ചിന്തനാക്കിയുള്ളറോ ബാപ്പ എന്തെങ്കിലും ഓതിയാക്കട സന്ദർഭത്തിൽ ഏത് ഭേദഭാവമാക്കിയിടെങ്കിൽ അത് റബ്ബ് നോക്കിയുള്ളൂ. അതൊക്കെ ശിക്ഷ കൊടുക്കുന്ന അധികാരം നിക്കില്ലടാ. നിന്റെ ബാപ്പക്ക് തിദ്ದುപടിയാക്കട അധികാരം നിക്കില്ലടാ. ബിസയെ ചെന്ന് കൊടുക്ക, അതിന്റെ ബിസത്തിൽ അറുസാക്കും പോലെ ഇല്ല. ഇണ്ട് ചെന്നിട്ട് കാര്യം ഇല്ലാത്തത് മോണകും മങ്ങിലാക്കി കൊടുത്തിരും നമ്പിക്കല് വിശ്വാസത്തിലായിട്ട് കിട മോണകും ഉമ്മായവളും ബാപ്പായവളും ചേരിട്ട് മങ്ങിലാക്കി കൊടുത്തിട്ട് ഒന്ന് വന്ന മുസീബത്ത പടച്ചറബ് ചെന്നിട്ട് കാര്യമില്ല. വന്ന പെണ്ണിടെ കൊണ്ടിട്ട് കുട്ടുമനാശായത്ത് ഫിത്തനയും ഫസാദും തുടങ്ങിയിട്ട് ജന്മ കൊടുത്ത ഉമ്മടെയും മോണ്ടെയും വേറെ വേറാക്കിയള
മക്കള് ജന്മ കൊടുത്ത ബാപ്പടയും മോണ്ടയും അവള് വേറെ വേറെ ആക്കിയാറ് എല്ലാരെയും ചൊന്നോണ്ടുള്ളതല്ല. അവള് പേരിച്ച ഉമ്മടയും ബാപ്പടയും ദൂറാക്കിയെങ്കിൽ ആ ബസായ ആൾമാരെ മൂല കിട്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫ്ലാറ്റ് എടുത്തിട്ടാ ജാഗ എടുത്തിട്ടാ സ്വതന്ത്രമായിട്ട് അഭിമാനത്തിൽ എത്തിക്കാൻ ചെന്നിട്ട് ഇല്ലടി പെണ്ണേ നിക്കും അള്ളാഹു മക്കളെ തന്നെങ്കിൽ നിക്കും പടച്ചറ പൊറുനാള് ആയുസ് തന്നത് നിന്റെ ബസാവിടെ കാല വന്നപ്പോ നീന് മൂലക പോട് നിന്റെ മാമിയുടെ നിന്റെ കാക്കയുടെ ജാഗ നീ എത്തിയപ്പോ ബാലക്കാറാ നിന്റെ ബാപ്പയുടെ ജാഗക്ക് നീ എത്തിയപ്പോ ഷുഗറും പ്രഷറും മുട്ടുനമ്പളവും നടുനമ്പള തുടങ്ങിയിട്ട് നീ മൂലക്ക് പൂളക്ക് തുടങ്ങിയപ്പോ നയിച്ചിട്ട് നിന്റെ ബാപ്പയുടെ കാലയുടെ മുട്ടയുടെ മുള്ളു സമയത്ത് തളിഞ്ഞു പോയിട്ട് മൂലകായിട്ടിന്നെങ്കിൽ ആ പരിസ്ഥിതി നിക്കി എത്തിയപ്പോ നിന്റെ മക്കരാ നിന്റെ ബാപ്പക്ക് നീ എന്താക്കിട അത് തറാട്ട് നിന്റെ മക്ക നീ മരിക്കില്ല. നിന്റെ ബാപ്പക്ക് നീ കൊടുത്തത് നിന്റെ മക്ക തറാട്ട് നിന്റെ മക്കളിൽ നിന്ന് നിക്ക് കിട്ടാട്ട് നീ മരിക്കില്ലടാ. നിന്റെ പിരുസത്തെ സഹോദരി നിന്റെ മാമിക്കും നിന്റെ കാക്കക്കും നിന്റെ ബാപ്പക്കും നിന്റെ ഉമ്മക്കും നീ എന്ത്ര കൊടുത്തര അത് നിക്ക് കിട്ടാണ്ട് മരിക്കില്ലടി പെണ്ണ്. കേട്ടിട്ട് കുറേ ഒരു ചരിത്രം എത്ര മാത്രം ചെന്ന് പാട്ടനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടൊരു സ്വഹാബി പണ്ട് ബിസേന്ദ്രണ്ട് കേട്ടങ്ങ ആ സ്വഹാബിയുടെ ബാപ്പ മരിച്ചത്. അങ്ങനെ മയ്യത്ത് നോക്കുമ്പോ വല്ലാത്ത പേടിയാവടോ. മയ്യത്ത് കുളിപ്പാട്ടക്ക് തൊടുക ആളില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട വന്ന് ചെന്നറ നബിയേ ബാപ്പ മരിച്ചൊരു നബിയേ മയ്യത്ത് കുളിപ്പാട്ടക ആളില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ സിദ്ദീഖുൽ അക്ബർ തങ്ങളെയും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയും ജണ്ടാളെയും മയ്യത്ത് കുളിപ്പാട്ടക്കും കഫനാക്കും വേണായിട്ട് കടത്തിയപ്പോ ഈ രണ്ട് സ്വഹാബത്ത് മയ്യത്തിനെ മുഖം ഓപ്പണാക്കി നോക്കിയപ്പോ പേടിച്ചിട്ട് ഓടിയോണ്ട് വന്നറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട വന്നിട്ട് ചെന്നറി യാ റസൂലല്ലാഹ് മാ റഅയ്നാഹു ഇല്ലാ മിസ്ലൽ ഖിൻസീറിൽ അസ്വദി യാ റസൂലല്ലാഹ്. അവിടെ മനുഷ്യയുടെ മയ്യത്തില്ല നബിയേ കറുത്ത പന്നിയുടെ ചക ഉണ്ട് നബിയേ. ആ മയ്യത്ര മുഖ കറുത്ത ചത്ത പന്നിയുടെ ചക പോലെ ഉണ്ട് നബിയേ. പേടിയായിട്ട് നബിയെ ഉണ്ട് ചെന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പോയിട്ട് സ്വഹാബത്ത് പിറകിൽ പോയറ് മയ്യത്ര മുഖം ഓപ്പനാക്കി നോക്കുമ്പോ തുകതാ ഈ ചെന്നത് പോലെ കറുത്ത പന്നി കിടന്ന് ചത്തു പോന്നിട്ടുണ്ട് അവിടെ. അല്ലാഹുവിന്റെ റസൂല് മോന്റെ വിളിക്കിടുമോനെ നിന്റെ ആ ബാപ്പ ആക്കിയോണ്ടിനെ തപ്പെന്തുണ്ട് ചെല്ലമാ. ആ സ്വഹാബി ബാപ്പടല് ചെല്ലട് ബാപ്പ അല്ലാഹുവിന്റെ റസൂലിൽ ചെല്ലു നബിയെ നന്റെ ബാപ്പ ഇന്നാലിന്ന തപ്പാക്കിയോണ്ടിന്ത് ബാങ്ക് കേൾക്കും മുതുകു പള്ളി കൊണ്ടില്ല പടച്ചവന് ഉസ്താദ്മാരെ പലക്കത്തുക്ക് ഫുള്ള് ബല ബൈക്കില്ല ഇങ്ങനത്തെ കുറെ കേസുള്ള ചെന്നപ്പോ അല്ലാഹുവിന്റെ റസൂല് ദുആറക്കിടുനാദാ നന്റെ ഉമ്മത്ത് എന്ത് തപ്പാക്കിയറുണ്ട് കണ്ടെങ്കിൽ ശിക്ഷ ഈ ദുനിയാവോട് കൊടുക്കണ്ട അല്ലാ. അതിന് മക്കൾക്കും കുടുംബത്തെങ്കും കാണുക ആവുല്ല റബ്ബേ. അക്കസ്മാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ മോത്ത് അണ്ട് ദ്വാരം നെട്ടിലാണ്ട് കണ്ടിരെങ്കിൽ ഞങ്ങളെ റായത്ത് ജുമാഅത്ത് പള്ളിയുടെ പരിസരത്തിലുണ്ട് മനുഷ്യരുടെ ബദൽക്ക് പന്നിരക്കും പോയിട്ട് പൂത്തിവിടോ നിന്ത് നിസ്കരിക്കാത്ത കള്ള് കുടിച്ചിട്ടും ചീട്ട് കളിച്ചിട്ടും ഹറാമ്യത്തെ വിറകിൽ പോയിട്ട് ബഡ്ഡി തിണ്ടിട്ട് കട്ടിട്ടും കൊത്തിട്ടും കൊന്നിട്ടും അങ്ങനെ നായും പന്നിയും പൂച്ചയുമായിട്ട് ചകായിട്ട് ഈ ഭൂലോകത്തിൽ കബൂറിൽ കിടക്കുണിന്ത് പെഞ്ഞൈമക്കൊ കാണുകാവാത്ത പരിസ്ഥിതിയാവാന്ത് റായത്തിലിടി പാട്ടാമത് മയ്യത്ത് നോക്കുക പോയിട്ടിന്ന മുഖ പന്നിയുടെ രൂപത്തിൽ എന്ത് അവന്റെ മയ്യത്ത് നോക്കുക പോയിട്ടിന്ന മുഖ നായുടെ രൂപത്തിൽ എന്ത് അതേപോലെ അവളെ മുഖ മയ്യത്ത് നോക്കുക പോയിട്ടിന്ന അതേപോലെ കറുത്ത പന്നിയുടെ രൂപത്തിൽ എന്ത് മയ്യത്ത് ഇങ്ങനെ എല്ലാവരും ചെന്നിട്ടു ആ ദുഃഖത്തീറലാണ്ട് റസൂലുള്ള ദുആരനത്ത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെലട് സ്വഹാബാ നന്റെ ഉമ്മത്ത് എന്ത് തപ്പാക്കിട്ടുണ്ട് കണ്ടെങ്കും അള്ളാഹു അതിലെ ശിക്ഷ ചിലപ്പോ ഈ ഭൂമിയിൽ കൊടുക്കാണ്ട് ആഖിറത്തുക്ക് നീട്ടി വയ്ക്കുക. ഈ ഭൂമിയിൽ റബ്ബ് തആല കൊടുക്കല ഒരു തപ്പുണ്ടല്ലേ മക്കളെ കേട്ടുള്ളൊരു മറുമക്കളെ കേട്ടുള്ളൊരു ഒരു തപ്പുണ്ടല്ലേ ആ തപ്പുടെ ശിക്ഷ നരകത്തിൽ നാളെ വേറമേ ഉള്ളത്. ആ ശിക്ഷ ഈ ദുനിയാവുൾ അനുഭവിക്കാണ്ട് മരിക്കില്ല സ്വഹാബാ.
സ്വഹാബത്ത് കേക്കടെ യാ റസൂലല്ലാ, നിസ്കരിക്കാത്തതുക്കുള്ള ശിക്ഷമാ, നോമ്പ് പിടിക്കാത്ത ശിക്ഷമാ, സകാത്ത് കൊടുക്കാത്ത ശിക്ഷമാ, ബഡ്ഡിയുടെ ശിക്ഷമാ, എന്ത് ശിക്ഷ നബിയെ ദുനിയാവുള് പടച്ചറപ്പ് കൊടുക്കണത്? അല്ല സ്വഹാബാ, ആരെങ്കും ഒരാളെ ഉമ്മയും ബാപ്പയും മരിക്കട സന്ദർഭത്തില് മോണായവണതാ, മോണായവണ്ടല്ലോ ഉമ്മക്കും ബാപ്പക്കും മക്കളിൽ പൊരുത്തയില്ലാണ്ട് കണ്ടെങ്കിൽ ഉമ്മയുടെയും ബാപ്പയുടെയും മാമിയുടെയും കാക്കടയും കണ്ണിടെ തണ്ണി മക്ക എലിപ്പാട്ടിലുണ്ട് കണ്ടെങ്കിൽ അങ്ങനത്തെ മക്കൾക്ക് പടച്ചറബ് ആ ശിക്ഷയുടെ ദുനിയാവള് കൊടുക്കാണ്ട് പടച്ചറബ് മരിപ്പാട്ടില്ല സ്വഹാബോ. അത് കൊണ്ടറുത്താക്കളൊരു ഉമ്മ കളിയല്ല, ബാപ്പ കളിയല്ല. ഞങ്ങ് വയസ്സാവിടെ സന്ദർഭത്തിൽ രോഗിയായിട്ട് മൂലക്ക് പോലുള്ള സന്ദർഭത്തിൽ അങ്ക് നീ ഊറുകോളാവണുള്ള, അങ്ക് നീ ധൈര്യം കൊടുക്കണവണാവണുള്ള, അങ്ക് നീ കൊസി കൊടുക്കണവണാവണുള്ള. നീന് ചെറിയ കിടാവായപ്പോ നിന്റെ മടില്, നിന്റെ ഉമ്മയുടെ മടില് നീ ഒന്തക്കാക്കിയവണോ, മൂത്രബീത്തിയവണോ, നിന്റെ ഉമ്മയുടെ മടില് നീ എരടക്കാക്കിയവണോ, ബാപ്പയുടെ ഷർട്ടുക്കും പാൻറ്റുക്കും ഒന്തക്കെ എരടക്കാക്കിയവണോ, ഔത്തിലടി ഗലീജാക്കി നറുപാട്ടിയവണോ, ആയങ്കാ നീ ഉമ്മയുടെ നെഞ്ഞിൽ നിന്നിട്ട് മുലപ്പാട് കുടിച്ചിട്ട് ഉമ്മയുടെ മുഖത്തേക്ക് കാറിയവണോ, തുപ്പിയവണോ, ആ മുലപ്പാട് കുടിക്കട സന്ദർഭത്തിൽ ഉമ്മയുടെ മുഖത്തേക്ക് കാള് വീച്ച് ചവിട്ടിയവണോ, ഉമ്മതല്ല ചിരിച്ചിരളാ, ആ കാളെടുത്തിട്ട് ഉമ്മ മുത്തിരളാ. ഉമ്മയുടെ മടിക്ക് മൂത്രബീത്തിയപ്പോ ഉമ്മക്ക് നാറിയിട്ടില്ല, ഉമ്മയുടെ മടിയിൽ നീ എരടക്കാക്കിയപ്പോ ഉമ്മക്ക് നാറിയിട്ടില്ല. ബാപ്പങ്ങനെ അരകി പിടിച്ചൊരു മുത്ര സന്ദർഭത്തിൽ നീ എരടക്കാക്കിയപ്പോ ബാപ്പ കറുസ വന്നിട്ടില്ല. ബദൽക്ക് ചന്തത്തിലേക്കും പോയിട്ട് കൽകിട്ട് ബാപ്പ കുളിച്ചിട്ട് ശുദ്ധിയായിട്ട് പിന്നെയും മറുകി പിടിച്ചിട്ട് നീന് പുൽപുടുற സന്ദർഭത്തിൽ ഉമ്മതാ നിന്റെ സന്തോളവട് പാട്ടിയത്, നീന് തിന്നാത്ത സന്ദർഭത്തിലോ തായാക്കിട്ട് നിക്ക് തിന്ന് പാട്ടിയത്, അത്രത്തോളം ചെരിപ്പാട്ടിയ കളിപ്പാട്ടി നിന്റെ ഉമ്മ ഉണ്ടല്ലേ, ബാപ്പ ഉണ്ടല്ലേ. വയസ്സായി ആയിട്ട് നൈക്കൂത്തീറാണ്ട് കഷ്ടപ്പെട്ടിട്ട് രോഗിയായിട്ട് മൂലക്ക് പുള്ളൊരു നാളുണ്ടു. ആ നാളില് നിന്റെ ബാപ്പ നീന് പണ്ടിന്നതുപോലെ കിടാവിടെ ബുദ്ധിക്ക് എത്ര നിന്റെ ബാപ്പാ, നിന്റെ ബാപ്പയുടെ മുന്തക്കാക്കിയത് കുന്താവില്ല, എരടക്കാക്കിയത് കുന്താവില്ല, കിടന്നവിടെ ഗലീജാക്കിയത് കുന്താവില്ല. നിന്റെ ബാപ്പ മൂത്രബീത്തിയതാ, കാറിയതാ, തുപ്പിയതാ കുന്താവില്ല, യന്ത്രപ്പളക്ക പറഞ്ഞേണ്ട് കുന്താവില്ല. നിന്റെ ഉമ്മക്കും ബാപ്പക്കും ഒന്നും എരടക്കാക്കിയത് നാറിട്ടില്ലടാ. ഉമ്മ കയ്യാറെ കൊമ്പോയിട്ട് എറിഞ്ഞിട്ട് കൈകൾക്ക് വന്നിട്ട് തിണ്ടിരളാ, കുടിച്ചിരളാ. ആ ഉമ്മക്ക് നീന് ബീത്തിയതും എരടക്കാക്കിയതും നാറിട്ടില്ലടാ മോനെ. നിന്റെ ബാപ്പ വയസ്സായിട്ട് ഗലീജാക്കുക തുടങ്ങിയപ്പോ അതൊന്നും നനപ്പാക്ക് മോണേ. പഠിച്ചവനെ, ഇത് നിന്റെ ബാപ്പ തമ്പുരാനെ, ഇത് നിന്റെ ഉമ്മ തമ്പുരാനെ. ഈ വയസ്സാവിടത്തോളം, ഈ ഹിദ്മത്ത് എടുക്കണവിടത്തോളം 2 വർഷം 3 വർഷത്തോളം 4 വർഷത്തോളം നിന്റെ ഉമ്മയും ബാപ്പയും നോക്കിയതൊക്കെ ബദലായിട്ട് നിന്റെ ഉമ്മയുടെ മൂത്ര കൽകട ചാൻസ് നിനക്ക് കിട്ടിയിട്ടില്ലാന്ന് തമ്പുരാന്, നിന്റെ ബാപ്പയുടെ എരടക്കാക്കിയത് കൽകട ചാൻസ് നിനക്ക് കിട്ടിയിട്ടില്ലാന്ന് റബ്ബ്. നിന്റെ ഉമ്മയുടെ ഡ്രസ്സുകൾക്കും നിന്റെ ബാപ്പയുടെ കുളിപ്പാട്ടക്കും നിന്റെ ബാപ്പക്ക് ബായിക്ക് തണ്ണി വീത്തക്കും ബാപ്പക്ക് ചോറ് കൊടുക്കും കഞ്ഞി കൊടുക്കും മറന്നു കൊടുക്കുന്ന ചാൻസ് കിട്ടിയിട്ടില്ലാന്ന് തമ്പുരാന്. ഇപ്പൊ വയസ്സായിട്ട് രോഗിയായ ബാപ്പ നക്ക് കിട്ടിയത് അല്ലാ. പടച്ചറബ് നിന്റെ ഭാഗ്യ ചെന്നിട്ട് ആ ബാപ്പയുടെ അറുകി പിടിച്ചിട്ട് നിന്റെ ശരിയായിക്കുമ്പോ നിന്റെ ബാപ്പ നോക്കിയത് പോലെ തിരിച്ചിട്ട് നിന്റെ ബാപ്പടെ നീ നോക്കിയെങ്കാ നീനും ഒരു നാള് ബാപ്പയുടെ ജാഗെത്തിയപ്പോ നിന്റെ മക്ക നോക്കുവാറ്. അതല്ല, വയസ്സാവിടെ സന്ദർഭത്തിൽ ബാപ്പയുടെ ഭർത്താക്കിയെങ്ക് ഉമ്മടെ പുട്ടോട് നീ വേറെ പോയെങ്ക് അങ്ങനെ പട്ടിണി നീ പാട്ടിയെങ്ക് അള്ളാഹുവേ ഇത്ര മക്കളെ തന്ത്രി എന്ത് പളറബേ ചെന്നങ്ങളെ മനസ്സിക്ക് വല്ലാണ്ട് ബേജാറായെങ്ക് അതിന് ശിക്ഷ ഉണ്ടല്ലേ. നിക്ക് വയസ്സാവിടെ സന്ദർഭത്തിൽ നിന്റെ മക്കളും നിന്റെ മർമക്കളും തറാണ്ട് നീ മരിക്കില്ലടാ. നിന്റെ മക്കളും നിന്റെ മർമക്കും അത് തിരിച്ച് തറാ നീ മരിക്കില്ലത്. അത് അറുത്താക്കലാണ് പിരസത്തെ ഉമ്മമാരെ, നിന്റെ പിരസത്തെ സഹോദരിമാരെ ചെന്നോണ്ടുള്ളത്. നിന്റെ മാപ്പിളയുടെ ചാടി പസാദാക്കിയുടെ ഉമ്മയുടെയും ബാപ്പയുടെയും മനസ്സിക്ക് ബേജാറ അവിടെ പോലത്തെ ചാടി പസാദാക്കിരണ്ട. ആ ചാടി പസാദ് നിന്റെ മക്കളും നിന്റെ മർമക്കളും ഒരു നാളാക്കുവാറ്. അണ്ട് നിന്റെ മാമയും നിന്റെ കാക്കും കന്നഡ തണ്ണിലിപ്പാട്ടിയതുപോലെ നീനും ഒരു നാള് തണ്ണിലിപ്പാട്ടാട്ട് മരിക്കില്ലട്. അതുകൊണ്ട് സബുറെടുക്ക് ഉമ്മാമിയുടെ വിഷയത്തില്, സബുറെടുക്ക് കാക്കയുടെ വിഷയത്തില്,
അതേപോലെ നിന്റെ മാപ്പിളായവണ് ഉമ്മടലും ബാപ്പടലും ജോറാക്കണമെങ്കിൽ തെല്ലുബായി പൊത്തു പാട്ട് നിന്റെ മാപ്പിടല് ഇതിലെ തീരാ നങ്കും അതേപോലത്തെ മക്ക ഉള്ളറ് ഉമ്മടെ മനസ്സിക്ക് നമ്പളാക്കിറണ്ട. എന്ത് കൊമ്പണ്ടെങ്കും ഉമ്മക്ക് കൊമ്പന്നറ, എന്ത് എടുത്തെങ്കും ബാപ്പകടെ തറാട്ട് കേക്കട പോലും നിക്ക് നാവുണ്ടെങ്കിൽ നിക്കത് ഈ ദുനിയാവിള് തിരിച്ച് ചന്തത്തില് റാഹത്തില് നിക്കത് തിരിച്ചു കേട്ടോ. അതേപോലെ ചെന്നോണ്ടുള്ളത് മാമിമാരളും ചൊല്ലുകൊള്ളത് ദീർഘയിന്റെ ചൊല്ലു കുടുംബത്തെ ബിസിയത്തെ മാമിമാരളും ചൊല്ലുകൊള്ളര് മറുമോള് നിന്റെ ചാക്കിരിക്ക് വന്നവളല്ലടി, മറുമോള് നിന്റെ കാളുകൾക്കൊക്കെ വന്നവളല്ലടി, മറുമോള് നിന്റെ മോളെ പോലെയാ എട്ടിക്കട. അവളെ കന്നഡ തണ്ണിലി പാട്ടുകൾ നീ ഉള്ളിക്ക് അധികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടില്ല, ആയിട്ടില്ല. ഷോർട്ട്ലി ചെല്ലുന്നുണ്ട് കണ്ടെങ്കിൽ തിരുസത്തെ മാമിമാരേ കാക്കന്മാരേ മറുമക്കളെ ഏതടല് ഏത ഭേദഭാവ കാട്ടണ്ട. കറുത്ത വിളിക്കുവള്, വെളുത്ത വിളിക്കുവള്, ഉദ്ദത്തെ വിളിക്കുവള്, കുള്ളിയായ വിളിക്കുവള്, പൈസ ഇന്ന വിളിക്കുവള്, ദരിദ്ര കുടുംബത്തിൽ വന്ന വിളിക്കുവള്, ജോറിൽ വിളിക്കുവള്, സാധു സ്വഭാവത്തെ വിളിക്കുവള്. എന്തിനെങ്കും നിന്റെ നിക്ക് 4-5 മക്ക ഒരുപോലെ ഇന്നത് പോലെ, നിന്റെ മക്ക നിക്ക് ഒരുപോലെ, നിന്റെ മറുമക്ക നിക്ക് ഒരുപോലെ. ഇണ്ട് ചൊമ്മകൾ മാറി കേസ് ചെലെടുക്കൊണ്ട് ഉസ്താദേ നിന്റെ മറുമോളോ നിന്റെ മോണ്ടെ വിളിച്ചോണ്ട് പോയിടാ, വേറെ അക കെട്ടിററ് തിണ്ണു കൗത്തിൽ ഗതിയില്ല ഉസ്താദേ ദ്വാരക്കൊറോ, മോണ് തിരിച്ചു പുറകു ദ്വാരക്കൊറോ. അങ്ങത്തെ മാമിമാറിൽ ഇന്നുമൊന്ന് ചൊല്ലുകൊള്ളത് മാമിമാരേ നീ ഔത്തര റാണിയൊന്നുമല്ല, ബദലക്ക് പിരിസ ഒരു ഔത്തുക്ക് വന്ന മറുമോളെ നിക്ക് പിരിസാക്കു നിക്കും തെരിയണോ, ഔത്തുക്ക് വന്ന മറുമോളെ പിരിസാക്കു മുട്ടാക്കു നിക്കും തെരിയണോ. അവൾക്ക് ജന്മ കൊടുത്ത ഉമ്മടെ ബുട്ട് വന്നവളോ ബാപ്പടെ ബുട്ട് വന്നവളോ, നിരക്കരടങ്ങി ഇളങ്ങ മൂത്തങ്ങളെ കൂട്ടുകുമറി എല്ലാരെയും ബുട്ടിട്ട് വന്നവളോ, പോന്നിട്ടും 20-25 വർഷം വന്ന ഔത്രയും പരിസരത്തെയും ബുട്ട് വന്നവളോ. ഏക തടിയായിട്ട് നിന്റെ മോന്റെ പേരിച്ചിട്ട് നിന്റെ മാപ്പിള സർവസ്വചന്ദ്ര പേരിച്ചിട്ട് നിന്റെ മാമി നിന്റെ കാക്ക നിന്റെ ഉമ്മടെ പോലെ ആ പിരിസനക്ക് കിട്ടുചന്ദ്ര ധൈര്യത്തിൽ വന്നവളോ. നീണ് നിന്റെ മോണ്ടിൽ ചെന്നിട്ട് നിന്റെ മറുമോളെ നീ ചാടി ഫസാദാക്കിയെങ്ക, നിന്റെ മറുമോളെ നീ കിടക്കുകയും എണിക്കുകയും ദയിക്കുകയും വിടാട്ട് കിറുകുള കൊടുക്കുക തുടങ്ങിയെങ്ക, ചവിട്ടറിയും അടിക്കടയും പറയുടെയും മാമിമാറുള്ളറ് ഇങ്ങത്തെ കിറുകുള കൊടുക്കുക തുടങ്ങിയെങ്ക അവൾക്ക് ആറുള്ളള് നിന്റെ മോളെ കൊടുത്ത ജാഗിൽ നിന്റെ മോള് എങ്ങനെ വേണോ നീ ആശപിക്കില്ലേ, അങ്ങനമേ നിന്റെ മറുമക്കളെ നോക്കിയെങ്കിൽ മാത്രമേ എനിക്ക് മരിക്കട സന്ദർഭത്തിൽ മറുമക്കളെ കൊണ്ട് ഉപകാരം കിട്ടോ. നിന്റെ മോന്റെ പറത്തേക്ക് വിളിച്ചോമ്പോന്റെ പോലോത്തെ മാമിയുടെയും അതേപോലെ ഉമ്മയുടെയും മോന്റെയും ഇടൽ ബത്തി വയ്ക്കട പോലോത്തെ ആ സ്വഭാവം മക്കളിൽ മറുമക്കളിൽ ഇല്ലാണ്ടാവുന്ന പ്രയത്നമാമിമാറും പേര് ചൊല്ലണോ. അള്ളാഹുവേ നിന്റെ മോളെ മങ്ങിലാക്കി കൊടുത്തറോ. ഇന്ന് ഈതായിട്ട് കിടന്ന് നിന്റെ മോള് ചെന്ന് മാമി പേരിക്കണോ, നിന്റെ മോളെ മങ്ങിലാക്കി കൊടുത്തൊരു തമ്പുരാന്. ഇന്ന് ഈ മറുമോളായിട്ട് കിടന്ന് എന്റെ മോള് ചെന്ന് ബാപ്പായി ഉണവേരിക്കണോ. ബാപ്പ അഥവാ കാക്ക മറുമോള് തൊട്ടെങ്ങും മറുമോള് കാക്കട തൊട്ടെങ്ങും ഒളു പോണ്ടില്ല. സ്വന്തം ബാപ്പയുടെ സ്ഥാനത്ത് ഇസ്ലാം കണ്ട് ചെന്നെങ്കിൽ ഇതെല്ലാം പഠിപ്പാട്ട കേന്ദ്രമായിട്ട് പരിശുദ്ധമാകപ്പെട്ട മദ്രസ 10ാം ക്ലാസ്സോളം ഒക്കെ പഠിക്കട്ടെ. ചെന്നല്ല ഈ കൂട്ടുമ്പോ നല്ല ഗുണമുണ്ട് കണ്ടെങ്കിൽ ദാമ്പത്യ ജീവനത്തെ ചരിത്ര ചെന്നൊരു പടച്ചെറുബേ പറയില്ല. ഇണ്ടോറോ റായത്തില് ഒരു തിങ്കളിൽ നാള് നിക്കാ ഉടണ്ട് കണ്ടെങ്കിൽ 6 തലാക്ക് സംഭവിക്കട പോലത്തെ പരിസ്ഥിതി. എത്ര ആൾമാരുള്ളത് പെഞ്ഞയ്ക്ക് ചവിട്ടറോള ഉറങ്ങിയൊടുക്ക് വന്നിട്ട് നെഞ്ഞിക്ക് ചവിട്ടറോള മാപ്പിളയെ വേണം, കാലിന്റെ പൊളി കണ്ടടിച്ചിട്ടുണ്ട്. ഉറങ്ങിയൊടുക്ക് വന്നിട്ട് നെഞ്ഞിക്ക് ചവിട്ടറോണം, ഇറങ്ങിയോട് വന്ന് കലത്തുക്ക് ചവിട്ടണം, ഉറങ്ങി വന്നിട്ട് ഗ്ലാസ് എടുത്ത് മുഖത്ത് കടിക്കട്ടും, മുകളിൽ ചോട്ട് പൊട്ടിയിട്ട് ചോര വന്നിട്ട് ഹോസ്പിറ്റലിൽ പെഞ്ഞയ്യായവളു. നിന്റെ കുട്ടിക്ക് കിടക്കിട ഉള്ളവളു, നിന്റെ നമ്പിട്ട് വന്നവളുള്ള അവളു, വേറെ ആരും ഇല്ലവളുകു. ഉമ്മക്ക് ഫോണാക്കി ചെന്ന് സബൂർ എടുക്കണ്ടി ചെല്ല ഈ മാത്രമേ ചെല്ലു. അത്രേ ബാപ്പക്ക് ഫോണാക്കി ചെന്ന് തെല്ല സബൂർ എടുക്കണ്ടി നീ തലാക്കാക്കിയിട്ട് ബാടി ചെന്നിട്ട് ഒരു ഉമ്മ മോളിൽ ചെല്ലില്ല. പിന്നെ നിന്റെ ഈ അമാനവീയ നിന്റെ ഈ മൃഗീയ സ്വഭാവത്തോളം അനുഭവിക്കണം എത്ര നല്ല. അത് ഷാപ്പള. പെഞ്ഞയുടെ മേൽക്ക് കൈബൈക്കിടത് ഷാപ്പ, പെഞ്ഞയുടെ മേൽക്ക് കൈബൈക്കിടത് ദരിദ്ര. ഔത്തുൽ എപ്പോ പെഞ്ഞയും മാപ്പിളയും ഉമ്മയും ബാപ്പയും മക്കയും ഇളയനും മൂത്തനും അടിപിടി തുടങ്ങിയിട്ട് അതിരക്കാണ് പിള്ളേർ മാട്ട പിന്നോട് ഏത് തങ്ങളെ മുട്ടോ ഏത് ഉസ്താദിന് മുട്ടോ ഏത് കോയയുടെ മുട്ടോ ഏത് മന്ത്രാവത്തിന് മുട്ട പോയിട്ടും ഒരു കാര്യവും ഉണ്ടാവല. അങ്ങളെ മുട്ട നീ ഇത് പണിപ്പാട്ടി വെക്കട ഉസ്താദ് സെയിൻതാണ്ട് 32 തങ്ങളെ സെയിൻതാണ്ട് 32 അയാൾ ഇന്നതെല്ലാം എഴുതി കൊടുത്തു. അയങ്ക ഈ ഒരു രഹസ്യം ചെന്നിട്ടില്ല. തങ്ങന്മാർ മന്ത്രിച്ചു പോതിയെങ്കിൽ ഇസ്മയുടെ സൊറാക്കിയെങ്കിൽ ഉറുക്കെഴുതി കൊടുത്തത് അത് വലിയൊരു കൂലി കിട്ടുന്നത് യാതൊരു സംശയമില്ല. അത് വേറെ വിഷയ. അയങ്ക നിന്റെ ഒത്തുള്ള വലിയ ശൈത്താണ് ഇതായിട്ട് ഇതിരക്കാണ് വലിയൊരു ദാരിദ്ര. എപ്പോ നിന്റെ ഒത്തുള്ള ഈ സമസ്യ ഈ കുടുംബത്തിൽ ദാമ്പത്യ ജീവനത്തിലെ സമസ്യ എപ്പോ നീട്ടിയ നിപ്പട്ട് നീ അപ്പിന്നെ അഭിവൃദ്ധിയായ
ಎಲ್ಲ ಸೀಕುಗೂ ಎಲ್ಲ ಮುಸೀಬತ್ತು ಎಲ್ಲ ದಾರಿದ್ರ್ಯத்துக்கும் ആഫത്തുക്കും കാരണ ഔത്രൊഴുകത്തിൽ ഇന്ന സമസ്യ അത് ഫസ്റ്റ് ശരിയാക്കണം. ഇല്ലെങ്കിൽ ആറ് ദ്വാരന്നിട്ടും കാര്യമല്ല. കുടുംബത്തിൽ സമയം ഈ സമയം ഇല്ലെങ്കിൽ ഇബാദത്ത് എടുത്തും കാര്യമില്ല. റബ്ബുടെ റഹ്മത്തു സമയത്ത് ഉണ്ടാവല. അത് ദരിദ്ര ആ കുടുംബ. ഇതെല്ലാം ആലോചനാക്കിയിട്ട് ഒന്നും കൂടി ചെന്നോണ്ടുള്ളത് പെഞ്ഞയുടെ നിധി പോലെ നോക്കൂടെ പോലെ അവളെ ഭാഗത്തിൽ എന്തെങ്കിലും തപ്പ് വന്ന് പോയിട്ടുണ്ട് കണ്ടെങ്കിൽ ആർക്കും ഗൊന്താവാത്ത മക്കൾക്ക് സമയത്ത് ഗൊന്താവാത്ത രൂപത്തിൽ തിദ്ದುപടിയാക്കട പോലെ മക്കളെ എതിർല് വെച്ചിട്ട് പെഞ്ഞയുടെ മുസുണ്ട് കടിക്കട മാപ്പിളമാറുള്ളർ. എത്ര ബേജാറ് ബിസയാ, എത്ര ആളുള്ളർ. പെഞ്ഞി ആരും ഇല്ലളാ, നിന്റെ പെഞ്ഞയ്ക്ക് നീണല്ലാണ്ട് ആരും ഇല്ലളാ. നീ അതർത്ഥാക്ക്, നിന്റെ പെഞ്ഞയ്ക്ക് നീണല്ലാണ്ട് ആരും ഇല്ല. നീണ പൈക്കിടങ്ങ് എവിടെയെങ്കിൽ വേങ്ങിട്ട് തിന്നുവേ. ഉറക്ക് പണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിൽ ഉടങ്ങി നിൽക്ക് ഉറക്ക് പണ്ട് ദൈക്കുക അകയില്ലാണ്ട് കണ്ടെങ്കിൽ ഏതെങ്കിലും പിന്നെ ആളെ മർത്താടിയിൽ പോയിട്ട് തെച്ചിട്ട് കട്ടയിൽ പോയിട്ട് കിടന്ന നിൽക്ക് ഉറക്ക് പണ്ട്. എവിടെയെങ്കിലും പള്ളിയുടെ പിത്തിൽ പോയിട്ട് കിടക്ക. ഉസ്താദുമാർ എര ചോരങ്ങ് തിന്നിട്ട് നിൽക്ക് കിടക്ക. നിന്റെ പെഞ്ഞ എവിടേക്ക് പോകണില്ല, നിന്റെ പെഞ്ഞ എവിടേക്ക് പോകണം, ആറോട്ട് കേൾക്കണം, എന്താക്കണം. അവൾ ആരും ഇല്ല ഈ ഭൂമിയിൽ. ലാസ്റ്റ് ഉള്ളത് ജാവുഗു തഹജ്ജുദര സന്ദർഭത്തിൽ രണ്ട് കൈയുദ്ധാക്കിയിട്ട് റബ്ബുടെ ദ്വാരക്കട റബ്ബെ നക്കാറും ഇല്ല റബ്ബെ, നീ മാത്രം ചെന്ന അതോളൂ കൂടെ നിൻ്റെത് തീൻ തിന്നിട്ട് കണ്ടെങ്കിൽ നിന്റെ ഫീസ് പോയിത്ത്. എൻ്റെ കൊന്തുണ്ട തങ്ങളെയും ഉസ്താദരെയും കാലിമാറേയും സ്വാലിഹങ്ങളെയും നൂറുകണക്കിൽ ആളുമാറെ സേരിപ്പാട്ടിൽ ഒരു സത്യപ്രതിജ്ഞാക്കിയിട്ട് നിങ്ങളെ മോളെ കബിൽ തുമിങ്ക നിക്കഹവ തസ്വീജഹ ചെല്ലുടെ കാണാൻ മുന്നുള്ളൊരു പളക്ക ചെല്ലുണ്ട്. എങ്ങനെ ഒന്നുണ്ട അയാൾ കാക്കായോണ് സവ്വജുത്തുക്ക പിന്നെ അങ്കഹത്തുക്ക ചെന്നിട്ട് ചെല്ലുടെ കാണാൻ മുന്നുള്ളൊരു പളക്ക ചെല്ലുടെന്തരെ പിന്നെ ബിസ്മില്ലാ അൽഹംദുലില്ലാ ചെന്നിട്ടുള്ള ആയൽ പിന്നെ നാണ് അള്ളാഹു പടി പാട്ടിയതുപോലെ നാണ് നക്ക് നിന്റെ മോളെ നാ നിക്ക് മങ്ങിലാക്കി തന്നെ ചെന്നിട്ട് ഫസ്റ്റ് കുറി പളക്ക ചെല്ലത് അള്ളാഹുടെ നിശ്ചയപ്രകാര റബ്ബുടെ ദീൻ അനുസരിച്ചിട്ട് അള്ളാഹുടെ വാഗ്ദാനാക്കിയിട്ട് നാണ് നന്റെ മോളെ നിക്ക് മങ്ങിലാക്കി തന്റെ പിന്നെ ഈ രൂപത്തിൽ. അപ്പോൾ ഞാൻ ചെന്നോണ്ടുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല പടിപ്പാട്ടിയ രൂപത്തിൽ ഇഹ്സാൻ നല്ലത് കൊണ്ട് മാത്രം നിങ്ങളെ മോളെന്നാണ് നോക്കുക. പിന്നെ നിന്റെ മോളെ നീ നോക്കൊണു ചെന്നിട്ടായിട്ട് അയാൾ നിനക്ക് മങ്ങിലാക്കി തന്നെ. അപ്പം നീ ചെന്നപ്പോഴൊക്കെ കബിൽ തുമിങ്ക നിക്കാഹ നിങ്ങളെ കണ്ടീഷൻ എന്നാണ് ഒപ്പിയാ ചെന്നിട്ട് അങ്ങനെ കൊമ്പന്നെ പെണ്ണിടെ മേളുക്ക് നിന്നെ കൈവയിച്ചിട്ട് കണ്ടെങ്കിൽ അവൾക്കൊന്ന് ഉപദ്രാക്കേണ്ട കണ്ടെങ്കിൽ അവൾ പൈച്ചിട്ടുണ്ട് കണ്ടെങ്കിൽ അവൾക്ക് ഡ്രസ്സ് ഇല്ലാത്ത പരിസ്ഥിതി വന്നിട്ട് കണ്ടെങ്കിൽ അവളെ പള്ളിയുടെ പരിസരത്ത് ബെങ്ങട പോലത്തെ പരിസ്ഥിതിക്ക് അവൾ എത്തിയാലുണ്ട് കണ്ടെങ്കിൽ ആറുമാറും ചെല്ലാണ്ട് തഹജ്ജുദിന്റെ സന്ദർഭത്തിൽ റബ്ബ് സുജൂദിന്റെ കണ്ണിട്ട് തനിയിൽ പാട്ടിന് കണ്ടെങ്കിൽ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോയിത്ത്. പെഞ്ഞടിൽ കളി കണ്ട മാപ്പിള ചെല്ലു തുമ്പസ്തങ്ങത്തത് അക്കസ്മാത്ത് നിന്നാണ് അള്ളാഹു അല്ലാത്തവനക്ക് സുജൂദുറക്ക് മൊത്തം ഇന്നൊരു ചാൻസ് മൊത്തം കിട്ടിയില്ലെങ്കിൽ അത് എല്ലാ പെണ്ണുങ്ങളിലും ചെല്ലാത്ത നിങ്ങളെ മാപ്പിളക്ക് നിങ്ങൾ സുജൂദുറോണ്ട് ചെല്ലാത്തെ. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചെല്ലുണ്ട് അത്ര പൗറുണ്ട് മാപ്പിളക്ക്. മാപ്പിള ഇല്ലാത്ത സന്ദർഭത്തിൽ ഇന്നോടത്തേക്ക് മെസ്സേജ് ആക്കടെ, പിന്നൊരുത്തുള്ള കഷ്ടസുഖങ്ങളൊക്കെ പറയടെ, പിന്നെ ചാറ്റിങ്ങും മീറ്റിങ്ങും ആക്കടെ, കണ്ടവിടെ പോയിട്ട് 38 പള്ളും 10 പുള്ളുടെ രൂപത്തിൽ ചിരിച്ച് കളിക്കടെ. ഇങ്ങനത്തെ മാപ്പിളയുടെ വഞ്ചനാക്കടെ അഭാവത്തിലും ഭാവത്തിലും മാപ്പിളയുടെ വഞ്ചനാക്കടത് ശപിക്കപ്പെട്ട ലായനത്താക്കപ്പെട്ട പെണ്ണായിട്ട് കിടത് ഔത്തുകൂ. അതുമായി ഔത്തുകു ദാരിദ്ര്യത്തും സകല മുസീബത്തും എന്ത് നയിച്ചിട്ടും കോടിയെത്തൽ അവളെ ബയർന്നുറയല അവൾക്ക് തൃപ്തിയാവല നയിച്ചതെന്നും എന്തുകൊണ്ടിട്ട് പെരകൾ മാപ്പിളയുടെ വഞ്ചനാക്കട സ്വഭാവ ശൈലി ഇങ്ങനത്തെ എത്ര മോച്ചുള്ളകിന്ത് ഇതെല്ലാം തിദ്ದುപടിയാക്കട ജാഗെ മദ്രസത്തെ അവസ്ഥ അങ്ങനെ 1ാം ക്ലാസ്സിൽ ഉസ്താദിൽ കേട്ടിട്ടില്ലെന്നാണ്. കേൾക്കുന്നത് സമൂഹമില്ല. 1ാം ക്ലാസ്സിൽ എത്ര ഉസ്താദ് മക്ക ഉള്ള ഉസ്താദേ 1ാം ക്ലാസ്സിൽ മക്ക ഒരു 10 പോകണം ജയിക്കും അല്ലെങ്കിൽ ചെറിയ ആയതുള്ള 10 മക്ക ഇക്കുവറും. 2ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഒലിമ്പായിട്ട് 3-4 എത്തുമ്പോൾ ഓരോന്ന് കൊറോടിയായിട്ട് 5ാം ക്ലാസ്സിൽ പബ്ലിക് പരീക്ഷകൾ 5ാം ക്ലാസ്സിൽ എഴുതിരെ പരീക്ഷ എഴുതിരെ 10 മക്കളിൽ 1ാം ക്ലാസ്സിൽ നമുക്ക് 5ാം ക്ലാസ്സിൽ എത്തുമ്പോൾ 3 മക്കളുള്ളേ. 7ാം ക്ലാസ്സിൽ എത്തുമ്പോൾ 2 മക്ക, 8 എത്തുമ്പോൾ 1 കിടാവും. ഓലിമ്പത്തിൽ പിന്നെ മക്ക ഇല്ലാണ്ട് മാത്രം ഓലിമ ക്ലാസ്സില്ല ക്യാൻസൽ. സ്കൂളിൽ 1ാം ക്ലാസ്സിൽ 40 മക്ക, UKG എത്തുമ്പോഴത്തേക്ക് 80 മക്ക, പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് എത്തുമ്പോഴത്തേക്ക് 100 മക്ക. അങ്ങനെ SLC എക്സാം എഴുതിരത്ര 300 മക്ക എക്സാം. ഇതങ്ങനെ ഇവിടേക്ക് എത്തുമ്പോൾ 6 പോണ്ടേ, ഊടൊക്കെ എത്തുമ്പോഴത്തേക്ക് കൊറോടിയായിട്ട് പോണ്ടേ. എന്തിങ്ങനെ കേൾക്കുമ്പോൾ ചൊല്ലു ഉസ്താദെ നൻ്റെ മോളുക്ക് ചങ്കി അവിടെ പറകോള് വലിയ ഇടല് അങ്ങനെ ദർശക്ക് പറ 8ാം ക്ലാസ് പറകോള് കേൾക്കില്ല ഉസ്താദ്. ഏത് മോളു ഊട്ട ഒരു ബസ്സുക്ക് പത്തിട്ട് അപ്പുറത്തേക്ക് പോകണ്ടേ, അപ്പുറത്തെ ബസ് ഇരിച്ചിട്ട് ಇನ್ನೊരു ബസ് പത്തിട്ട് 2-3 ബസ് പത്തിട്ട് സ്കൂൾക്ക് പോകണ്ടവളു. അവൾക്ക് അവത്ര പിത്തിൽ സ്വന്ത കുടുംബത്തങ്ങളെ മക്കളൊಟ್ಟಿಗೆ തെച്ചിട്ട് പഠിക്കോൾക്ക് ചങ്കിയാവും. അവൾക്ക് ചങ്കിയുള്ള ಹಬ್ಬಕ್ಕೆ ಜನ್ಮ ಕೊಡ್ತಾ ಹಬ್ಬಗೂ ಮಗು ಕೊಡ್ಕೋಣಾಯ್ದು ಅಡಿ ಎಂದ್ರೆ ಚಂಗಿ ಸ್ವಂತರಾಯ್ತು ಕುಟುಂಬത്തെ ಎಳಂಗ ಮೂತಂಗ ಪಡಿಕಡ ಮದ್ರಸದಲ್ಲಿ ಪಡಿಕೋಗಿ ಚಂಗಿ ಅವಡೆ SLCയും PUCയും ഡിഗ്രി പഠിക്കും ഏത് ദുനിയാവുക്ക് പോയിട്ട് ഏത് ജാതി ധർമ്മ തങ്ങളെ ഒട്ടിക്ക് എല്ലാവരും ಸೇರಿ പഠിക്കടേക്ക് ഒരു ചങ്കയും ಇಲ್ಲ അല്ലെ. ദർശക പറക്കും ചങ്കി അവിടെ അങ്ങനെ കുറേ ಅದಕ್ಕೆ ಸಪೋರ್ಟ್ ಆಕಡೆ ಉಮ್ಮ ಬಾಪ ಹಬ್ಬ ಏನಂದ್ರೆ ಪೆಂಗೂಸಡ പോലെ മോളെ ബിസെ ಬಂದಿരിക്കട്ടെ മോൾക്ക് ചങ്കി അവിടെ ബറകാവില്ല ഉസ്താദ് എങ്ങനെ ഈ വർഷം ക്യാൻസൽ ആക്കട ഉസ്താദ് എന്നിട്ട് ഇങ്ങനത്തെ ജന്മക്കിടി എങ്ങനെയുള്ള ഞങ്ങളെ മക്ക സുധാരണത്
ബേജാറായിരണ്ട. 10ാം ക്ലാസ് അങ്ങ് 10ാം ക്ലാസ്, 12 ക്ലാസ് നിന്റെ റായത്തിൽ മദ്രസ പഠിക്കുവാനായിട്ട് സുഭദ്രമായ വ്യവസ്ഥയുടെ അതേപോലെ നിങ്ങളെ KFC പാലക്കാർ ഉണ്ടാക്കി വെച്ചത്. അതൊക്കെ നിന്റെ മക്കൾക്ക് മാക്സിമം പഠിപ്പാട്ട സപ്പോർട്ടാക്കി കൊടുക്കുന്നതിന്. അതുകൊണ്ട് നിന്റെ പളക്കത്താണ് വിറാമാക്കടെ പിരിസത്തെ മുമ്പിനിങ്ങളെ ലാസ്റ്റക്ക് ചൊല്ലുകൊള്ളത്. ആ മദ്രസത്തെ ബെൽക്കിരിയത് ഞങ്ങളെ റായത്തെ ബെൽക്കിരി, ഞങ്ങളെ കൽബടെ ബെൽക്കിരിയത് ചെന്നല്ലേ ഞങ്ങളെ മക്ക നങ്ങ് മരിച്ചൽ പിന്നെ ഞങ്ങൾക്ക് ദ്വാരക്കട പോലെ നാളെ ആഖിറത്തിൽ ഞങ്ങളെ മക്ക ഞങ്ങളെ കൈ പിടിച്ചൊരു സ്വർഗത്തേക്ക് പോണ്ടത് പോലെ വയസ്സാവിടെ കാലത്ത് ഞങ്ങളെ മക്ക ഞങ്ങളെ ഹിദുമത്ത് എടുക്കുന്നത് പോലെ ഉമ്മയും ബാപ്പയും ദുഃഖപ്പെട്ട സന്ദർഭത്തിൽ കന്നിടവ തണ്ണി വരസര പോലോത്തെ മക്കൾ ഉണ്ടാവുകയായിട്ടുള്ള സുഭദ്രമായ സുന്ദരമായ സംവിധാന മദ്രസ സംവിധാന ಅದಕ್ಕೆ ಸಪೋರ್ಟ್ ಹಾಕುವ ലാസ്റ്റ് നിമിഷത്തെ നിസ്കാര സമയത്ത് പടച്ച തമ്പുരാന്റെ പള്ളിലാവിട്ട് ഞങ്ങളെ നിസ്കാര സുജൂദല്ലോ കൂടെ പള്ളിലാവിട്ട് ഞങ്ങളെ ലാസ്റ്റ് സുജൂദ് ഞങ്ങൾ മരിക്കിടങ്ക ഒരു നിസ്കാരം കലാവാത്ത രൂപത്തിലാവിട്ട് ഞങ്ങളെ മരണ മനുഷ്യരേ ഉമ്മ നിന്റെ കൽബും നിന്റെ അകവും പ്രകാശിക്കട ഖുർആനുടെ ശബ്ദം കൊണ്ടിട്ട് നിന്റെ ഔത്തിൽ നിന്റെ പാലക്കാർത്തി പെണ്ണുമക്കളെ 7ാം ക്ലാസ്സിലെ 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് തൂക്കിയങ്ങ് മയ്യാവില്ല. ആ മക്കളെ കൊണ്ട് തെല്ല ഖുർആൻ ഒതുപാട്ട് സുബൈ നിസ്കാര കലാവിടെ കാണുന്ന നിസ്കരി പാട്ട് മഗ്രിബ് അവിടെ സന്ദർഭത്തിൽ മൊബൈലെല്ലാം ബന്ധാക്കി വെച്ചിട്ട് ഖുർആനുടെ ശബ്ദം നിന്റെ ഔത്തിൽ കേൾക്കട്ടെ. പിരിസത്തെ സഹോദര ആണുമക്ക 8ഉം 10ഉം 12ഉം പോണാറും വയസ്സായ ആണുമക്കളെ 5 വക്ത് നിസ്കാരത്തും പള്ളിക്കും പോണ്ട പോലത്തെ പ്രയത്നാക്ക് മയ്യത്തെ കട്ടില് റഡില കഫൻ തുണി റഡില മീസാൻ കല്ല് റെഡിയാക്കി ബയിച്ചിരള അത് എല്ലുക ആളെ റെഡിയാക്കിരള ഒടുക്കുക തന്നിടെ വ്യവസ്ഥ റെഡി ഉണ്ടുള ബാങ്കും നിക്കാമത്തും കൊടുത്തിട്ടായിടള അസ്രായേലിന്റെ നോട്ടം ദൈനംദിനം ഞങ്ങളെ മേൽക്ക് നോക്കിയോണ്ടുള്ള ജാവിന്റെ സുബൈകില്ല ബാണ്യത്തേക്ക് പോയോണ്ട് റിട്ടേൺ പണ്ടത് കണ്ടില്ല അങ്ങാടിക്ക് പോയോണ്ട് റിട്ടേൺ എത്തിയിട്ടില്ല ഗൾഫിക്ക് പോയോണ്ട് ബോക്സ് ഒഴുക്കത്തിൽ കിടന്നിട്ട് ICയിൽ വന്നോണ്ടുള്ള ഇങ്ങനത്തെ ദയനീയ പരിസ്ഥിതി കണ്ടിടത്തിൽ കണ്ടോണ്ടിക്കട സന്ദർഭത്തിൽ ഞങ്ങളെ മുട്ട മലക്കുൽ മൗത്ത് പണ്ട കാണുന്നോളൂ. ഞങ്ങൾ സ്വാലിഹ്യങ്ങളാവാ, ഞങ്ങളെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കാ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഒരു 2 നിമിഷത്തിൽ നമുക്ക് ദുആ എന്നിട്ട് പോകാം. മൂസ ഹാജി കലബാഗിലു സൗദി അറേബ്യ സുമാർ 50,000 ഉറുപ്പയുടെ ഇൻവെർട്ടർ മാഷാ അല്ലാ ഇൻവെർട്ടർ കൊടുന്നൊരു പള്ളിയുടെ കറണ്ട് പോയപ്പോൾ ഞങ്ങളെ മക്കൾക്ക് ഓതുക്കും നിസ്കരിക്കും എന്നിട്ട് അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ ആ മൂസ ഹാജി കലബാഗിലുന്ന നല്ല മനുഷ്യൻ അല്ലാഹുവേ സൗദി അറേബ്യത്തിൽ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന് ഖൈർ നൽകണേ അല്ലാ, അദ്ദേഹത്തിന് നിഅമത്ത് നൽകണേ അല്ലാ, അദ്ദേഹത്തിന്റെ പ്രവാസത്തിലുള്ള പ്രയാസങ്ങളെ നീക്കണേ അല്ലാ, കുടുംബത്തിൽ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ചൊരിച്ചു കൊടുക്കണേ റബ്ബേ, കുടുംബത്തിലുള്ള രോഗികളുടെ രോഗങ്ങൾ ശിഫയാക്ക റബ്ബേ. അദ്ദേഹത്തിന്റെ ഗൾഫ് ജീവിതത്തിലും അല്ലാഹു അദ്ദേഹത്തിന്റെ മക്കളോ കുടുംബങ്ങളോ നാട്ടിലുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിലും ബർക്കത്തും നിഅമത്തും ഉന്നതിയും നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം തമ്പുരാനെ. പടച്ച റബ്ബേ, അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു നിന്റെ പള്ളി പ്രകാശിക്കും പോലെ, ആ ഖുർആൻ ഓതുന്ന സ്ഥലം പ്രകാശിക്കും പോലെ അവരുടെ ഖബറും നീ പ്രകാശിപ്പിച്ചു കൊടുക്കണം തമ്പുരാനെ. പിന്നെന്തെങ്കിലും ചൊല്ലുകൊണ്ട മാഷാ അല്ലാ ഖാലിദ് ബസ്തിക്കോടി ഗൾഫിയുടെ ചങ്ങായിമാരെ കയ്യിൽ നിന്നിട്ടല്ല എടുത്തിട്ട് അൽഹംദുലില്ലാ 1 ലക്ഷം ഉറുപ്പിക കടത്തി. അല്ലാഹുവേ ഖാലിദിനും ഖാലിദിനോടൊപ്പം ഉള്ളവർക്കും ഖൈർ നൽകണേ അല്ലാ, നിഅമത്ത് നൽകണേ അല്ലാ. ഗൾഫ് ജീവിതം വല്ലാണ്ട് പ്രശ്നത്തിലാണ് അല്ലാ, എന്നിട്ടും അവർ ആ കഷ്ടപ്പാടുകളുടെ ഇടയിൽ പിടിച്ചു നിൽക്കുന്നു. തൻ്റെ കുടുംബത്തിന് വേണ്ടി, തൻ്റെ ഭാര്യ മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, നാട്ടിലുള്ള ദീനീ പ്രവർത്തനത്തിന് വേണ്ടി പടച്ച റബ്ബേ ഖാലിദും ഖാലിദിനോടൊപ്പം സഹകരിച്ച സകലർക്കും എല്ലാവിധ ഖൈർ നൽകണേ അല്ലാ. അവരുടെ കച്ചവടങ്ങളിലും ജോലിയിലും ഉദ്യോഗങ്ങളിലും ബർക്കത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ.